മഹദി വരുമ്പോൾ ഇവർ അതിനെതിരാവും ചെയ്യും. മഹദിക്കെതിരാവും പണ്ഡിതന്മാർ. ലാഹിരി പണ്ഡിതന്മാർ മഹദി വന്നാൽ മഹദിക്കെതിരാവും. കാരണം ഇവരുടെ സുഖസൗകര്യങ്ങളെ മുഴുവൻ കെടുത്താനാണ് ആര് വരുന്നത്. ഇവരുടെ ഡയറക്ഷൻ തെറ്റിയെന്ന് പറയാനാണ് മഹദി വരുന്നത്. അല്ലാതെ മഹദി ഇവരും വന്നിട്ടൊരു ഫാത്തിയോതി ഇറങ്ങല്ല. മഹദിയുടെ കൂടെ ഉണ്ടാവുക സാധാരണക്കാരായ മുസ്ലിങ്ങൾ, പിന്നെ ലോട്ട് ഓഫ് ഹൈന്ദവ സമൂഹം. ഒരു ശിശുവിനെ പോലെ ഭൂമിക്ക് മുകളിലായി പോകാൻ പോകാണ് എന്ത് ക്ലോക്ക് ടവർ മക്കയിലെ. കാരണം അതൊന്നും ഇനി ഒന്നും ആവില്ല. അത്രയും വലിയ നിർമ്മിതിയാണ് ഇവിടെ. അത്രയും വലിയ നിർമ്മിതി. 6000 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉണ്ട്. 6000 മക്കയിൽ ഹറമിന്റെ പരിസരത്ത്. അപ്പൊ ഭൂമിക്ക് മുകളിൽ നിർമ്മിക്കുന്ന പണിയിലാണ് ഇപ്പോൾ ആര്? മുസ്ലിം രാജാക്കന്മാർ. അതേ സമയത്ത് യൂറോപ്പ് ഇപ്പോൾ ഭൂമിക്ക് അടിയിലാണ് നിർമ്മിക്കുന്നത്. എന്തുകൊണ്ട്? രക്ഷപ്പെടണം. എന്തായി? ഡൂംസ്ഡേ ആയി. ലോകം അവസാനിക്കാനായി. ലോകത്തിന് ഇനി മുന്നോട്ട് പോകാനേ കഴിയില്ല. ഞങ്ങളോട്ടല്ലേ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ അവസാനത്തെ ദി ബ്രീഫ് ആൻസേഴ്സ് ഫോർ ദി ബിഗ് ക്വസ്റ്റ്യൻസ് എന്ന അദ്ദേഹത്തിന്റെ അവസാനം, അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിന്റെ മോളാണത് വിശദീകരിക്കുന്നത്. അതിൽ വരെ പറയുന്നത് ഇനി 100 കൊല്ലം പോലും ഈ ഭൂമിക്ക് നിലനിൽക്കാൻ കഴിയില്ല. മനുഷ്യരാശി പോവും 100 കൊല്ലത്തിന് അപ്പുറത്തേക്ക് ഒരിക്കലും പോവില്ല. അപ്പൊ ഒരു ലോകാവസാനം അവർക്ക് ഉറപ്പ്. ഇവരെ അത്ഭുതമാണ്. അപ്പൊ ഗുഹയും അത്ഭുതമാണ്, ഈ വ്യക്തികൾ അത്ഭുതമാണ്. ഈ വ്യക്തികൾ ഔലിയാക്കളാണ്. ഖുർആൻ പറഞ്ഞ ഔലിയാക്കളാണ്. ഔലിയാക്കൾ എന്നും ലോകത്തെ അത്ഭുതമാണ്. അത്ഭുതം. ഈ ഔലിയാക്കളാണ് നമ്മുടെ കേസ്. ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഡൂംസ്ഡേയുടെ അടുപ്പം പറയുന്ന ഒരു കാലമാണിത്. അതായത് ലാസ്റ്റ് ഡേ അടുത്ത് കഴിഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത്. ലോകം അവസാനിക്കാനായി എന്നതിന് അവയർനെസ് കിട്ടാത്ത ഒരു സൊസൈറ്റി ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ ജനതയിലില്ല എന്ന് തന്നെ പറയാം. ലോകാവസാനത്തെക്കുറിച്ച് വളരെ വളരെ ഇൻ്റലിജൻ്റ് ആണ് അമേരിക്കക്കാർ. എൻ്റെ ഒരു പഠനം അനുസരിച്ച് ഇറാനിൽ ബോംബിടുന്നതിന് തൊട്ട് മുമ്പ് വൈറ്റ് ഹൗസിൽ നിന്ന് കിട്ടിയ 7ാം പടക്കപ്പലിലും ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും കിട്ടിയിട്ടുള്ള മെസ്സേജ്, അത് അർമഗഡൻ വാർ എത്തിക്കഴിഞ്ഞു എന്നാണ്. അർമഗഡൻ വാർ എന്ന് പറഞ്ഞാൽ ദി ലാസ്റ്റ് വാർ. അതിന് നിങ്ങൾ ഒരുങ്ങുക എന്നാണ്. ഈ അർമഗഡൻ വാർ എന്നത് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മൽഹമത്തുൽ കുബ്ര എന്ന് പറയുന്ന യുദ്ധമാണത്. ആ യുദ്ധം ഇതല്ലെന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ ആ യുദ്ധം ഒരു യുദ്ധമല്ല, ഒരു നൈരന്തര്യാണ്. അതിന് നീളലുണ്ടാവും. അത് മഹദി വന്നാലും ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് തീരുന്നത് സയ്യിദുന ഈസ ഇറങ്ങി വന്ന് പരിഹാരം മിഷിഹ വന്ന് പരിഹാരം ഉണ്ടാക്കുന്നത് വരെയും നീളുന്നതാണ് എന്ത്? ഈ മൽഹമത്തുൽ കുബ്ര അഥവാ അർമഗഡൻ. അപ്പോൾ ലോകം അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള യുദ്ധങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ അതിൽ വളരെ കൃത്യമായ ഒരു അവയർനെസ് ഇവിടെ യൂറോപ്യൻ ജനതയ്ക്ക് ഉണ്ട്, അമേരിക്കക്കുണ്ട്. അതിൽ അൺഅവെയറായ ഒരു ജനത ഉണ്ടെങ്കിൽ, സെമിറ്റിക് മതങ്ങളിൽ സമുദായം എന്ന നിലയിൽ അൺഅവെയറായ ഒരു സമുദായം മുസ്ലിങ്ങൾ മാത്രം. എന്നാൽ ഏറ്റവും കൂടുതൽ അവയർനെസ് കിട്ടേണ്ടത് ആർക്കാണ്? മുസ്ലിങ്ങൾക്കാണ്. കാരണം ധാരാളം മെസ്സേജുകൾ പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഈ മെസ്സേജുകളിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്തിട്ട് അത് നമ്മുടെ ബക്കറ്റ് പിരിവിൻ്റെ ഒരു പള്ളി പൊളിച്ചെന്നാക്കലിൻ്റെയും ബക്കറ്റ് പിരിവിൻ്റെയും മദ്രസ പൊളിച്ചെന്നാക്കലിൻ്റെയും ഒരു മേഖലയാക്കി മാറ്റുക മാത്രമാണ് ഇന്ന് നമ്മളെ പ്രഭാഷകർ ചെയ്യുന്നത്. ഒരു ബോധം നമുക്കില്ല, ബോധം തന്നെ ഇല്ല. ഇപ്പോൾ കോടാനക്കോടി ചെലവഴിക്കുന്ന പ്രൊജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ പുതിയ പ്രൊജക്റ്റുകളില്ല. മൊത്തം പ്രൊജക്റ്റുകൾ GCC കൺട്രീസ് മാത്രമാണ്. ഈ വിഷയത്തിലേക്ക് ഞാനൊരു പഠനം തുടങ്ങി വെച്ചിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ തന്നെ എന്നെ ഞെട്ടിച്ചു. യൂറോപ്പിൽ അങ്ങനത്തെ പുതിയ അതായത് ബില്യൺ കണക്കിന് ഡോളർ ചെലവഴിക്കേണ്ട മൾട്ടി മില്യൺ പ്രൊജക്റ്റുകൾ ഇപ്പോൾ യൂറോപ്പിൽ ഇല്ല. യൂറോപ്പ് തയ്യാറെടുക്കുകയാണ് എന്തിന്? ലോകാവസാനത്തിന്, ഡൂംസ്ഡേ, അവസാനിക്കാനായി. അതിലൊരു അവയർനെസ് കിട്ടാത്ത ഒരു ജനത ആര് മാത്രം? പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളിൽ ഈ ബോധമില്ലാത്തൊരു ജനത മുസ്ലിങ്ങൾ മാത്രമാണ്. എന്നാൽ ഏറ്റവും ബോധം ഉണ്ടാവേണ്ടതും ആരാണ്? മുസ്ലിങ്ങളാണ്. പക്ഷെ ഉണ്ടാവണില്ല. അത് വളരെ വലിയ പിഴവാണ്. ഈ പിഴവിൻ്റെ അടിസ്ഥാന കാരണം ദുനിയാവിൽ വ്യാപൃതരായ പണ്ഡിതരാണ്.
അവരെയാണ് ഉലമാ ഉസൂ എന്ന് പറയാം. അവരുടെ തല വെട്ടാനാണ് മഹ്ദി വരുന്നത്. മഹ്ദി വന്നാൽ അവരുടെ തല വെട്ടും. തലവെട്ടെന്നാണ്, തലവെട്ടാന്ന് മാത്രമല്ല അർത്ഥം. മഹ്ദി വരുമ്പോൾ ഇവർ അതിനെതിരാവും ചെയ്യും. മഹ്ദിക്ക് തന്നെ എതിരാവും പണ്ഡിതന്മാർ. ലാഹിരി പണ്ഡിതന്മാർ മഹ്ദി വന്നാൽ മഹ്ദിക്കെതിരാവും. കാരണം ഇവരുടെ സുഖസൗകര്യങ്ങളെ മുഴുവൻ കെടുത്താനാണ് ആര് വരുന്നത്. ഇവരുടെ ഡയറക്ഷൻ തെറ്റി എന്ന് പറയാനാണ് മഹ്ദി വരുന്നത്. അല്ലാതെ മഹ്ദി ഇവരും വന്നിട്ടൊരു ഫാത്തിയോതി ഇറങ്ങല്ല. മഹ്ദിയുടെ കൂടെ ഉണ്ടാവുക സാധാരണക്കാരായ മുസ്ലിങ്ങൾ, പിന്നെ ലോട്ട് ഓഫ് ഹൈന്ദവ സമൂഹം, ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി, മുസ്ലിങ്ങളിലെ സാധാരണ ജനങ്ങൾ. പണ്ഡിതന്മാരുണ്ടാവില്ല. പണ്ഡിതന്മാർ പിന്നെ ഉണ്ടാകും, ആദ്യം ഉണ്ടാവില്ല. കാരണം പണ്ഡിതന്മാർ മഹ്ദിയെ നിഷേധിക്കും. കാരണം മഹ്ദി ഇവരുടെ ഡയറക്ഷൻ മുഴുവൻ തെറ്റാണെന്ന് പറയാനാണ് മഹ്ദി വരിക. ഇതിനൊക്കെ ധാരാളം തെളിവുകളുണ്ട്. അതിനർത്ഥം ഈ പണ്ഡിതന്മാരെ നിന്ദിക്കണം എന്നല്ല, ബോധമില്ലായ്മ, അതിനേക്കാളും സുഖ സൗകര്യങ്ങൾ. നമ്മളൊരു പണ്ഡിതനെ നിങ്ങൾ എതിർക്കേണ്ട, പക്ഷെ അവർ പറയുന്നതാണ് പല കാര്യങ്ങളിലും അവസാന വാക്കെന്ന് വിചാരിക്കും വേണ്ട. എന്നാൽ അവസാനത്തെ പറഞ്ഞുതരാൻ പറ്റിയ ആളുകൾ സമൂഹത്തിലില്ലേ? തീർച്ചയായും ഉണ്ടാവും. അവർ പണ്ഡിതന്മാരാവില്ലേ? ആകും. അവർ ഈ വ്യവസ്ഥിതിയുടെ ഉള്ളിലുള്ളവരായിക്കോളണമെന്നില്ല. ഒരു വ്യവസ്ഥിതിയിൽ ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ജീനിയസ് ആവില്ല. കാരണം ആ കുട്ടിയുടെ സിലബസ് വ്യവസ്ഥിതിക്ക് ഉള്ളിലാണ്. വ്യവസ്ഥിതിയുടെ പുറത്തേക്ക് കടന്നാലേ അവർക്ക് വിശാലമായ പഠനം നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം. ഞാൻ ഈ പറയുന്നത് അവയറായ ഒരു സമൂഹം ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ, പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളിൽ ആര് മാത്രം? ഇസ്ലാം എന്ന് പറയുന്ന മുസ്ലിങ്ങൾ. ഇസ്ലാം വളരെ ചിന്താപരമായ കാര്യങ്ങൾ ഈ ലോകത്തെ പറ്റി, ഈ അവസാന കാലത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ഒളിക്കലിനെ പറ്റി പറയാൻ പറഞ്ഞു. ഈ സൂറത്തും ഇതും തമ്മിൽ വലിയ ബന്ധമുണ്ട്. ഇപ്പോൾ ലോകത്ത് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കൃത്യമായി ഇപ്പോൾ കണ്ടുവരുന്നൊരു കാര്യമാണിത്, ദി ഡൂംസ്ഡേ ബങ്കേഴ്സ് ഓർ കേവ്സ്. സത്യത്തിൽ കേവ്സ് അല്ല, കേവ്സിനെ വലുതാക്കിയിട്ട് അത് ബങ്കേഴ്സ് ആക്കിയിട്ടുണ്ട്. യൂറോപ്പിൽ അമേരിക്കയിൽ സർവ്വസാധാരണയാണ് ഡൂംസ്ഡേ ബങ്കേഴ്സ്, അതായത് ഭൂമിക്കുള്ളിൽ ഒളിക്കാനുള്ള നിലയറകൾ, ഭൂമിക്കുള്ളിൽ ഒളിക്കാൻ. ലോകാവസാനത്തെ ഭയക്കുന്നവരും അതിന് മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്തുന്നവരും ഇന്ന് ലോകത്ത് വർദ്ധിച്ചു വരാൻ. അവർ പ്രധാനമായും താഴെ പറയുന്ന വിഭാഗങ്ങളാണ്. ഒന്ന് അവർ ആരാണ്? ഒന്ന് അവർ പ്രപ്പേഴ്സ് എന്ന് പറയും. ഇത്തരം ആളുകളെ നേരത്തെ അവർ എന്താവുക തയ്യാറെടുക്കുക. അതേപോലെ തന്നെ അവർ സർവൈവലിസ്റ്റ്സ് ആണ്. അതായത് അവർ അതിജീവനത്തിൻ്റെ ആളുകൾ. എങ്ങനെയെങ്കിലും സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനെ സർവൈവ് ചെയ്യുക? ഡൂംസ്ഡേ, ലോകാവസാനത്തെ സർവൈവ് ചെയ്യാൻ വേണ്ടി അതിജീവനം നടത്തുന്ന ആളുകൾ, ശ്രമം നടത്തുന്ന ആളുകൾ. അവർ ചെയ്യുന്നതാണ് എന്ത്? അവരാണ് ഇന്ന് ബങ്കർ ശതകോടീശ്വരന്മാർ. ഇപ്പോൾ സിലിക്കൺ വാലിയിലെ പല പ്രമുഖരും, ഇപ്പോൾ ലോകത്തുള്ള എല്ലാ സോഷ്യൽ മീഡിയ ബേസ്മെൻറ്റിൻ്റെയും ഏരിയയാണ് എന്ത്? അമേരിക്കയിലെ സിലിക്കൺ വാലി. ഇപ്പോൾ സിലിക്കൺ വാലിയിലെ ശതകോടീശ്വരന്മാർ മുഴുവനും എല്ലാവർക്കും ഇങ്ങനത്തെ ബങ്കറുകൾ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയാം, നമ്മൾ ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും ഒക്കെ മുതലാളിയാണല്ലോ ആര്? സുക്കർബർഗിന് അയാൾ ഹവായി ദ്വീപിൽ $250 മില്യൺ ചെലവഴിച്ചിട്ട് $250 മില്യൺ ചെലവഴിച്ചിട്ട് അയാൾ ബങ്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സുക്കർബർഗ് $250 മില്യൺ പറഞ്ഞാൽ എത്ര ഡോളറായി? $2,500 ലക്ഷം. $2,500 അല്ല, $2,500 ലക്ഷം. അതല്ലേ 250 മില്യൺ ഇൻറ്റു 10 അല്ലേ മക്കളെ? അങ്ങനല്ലേ? അപ്പോൾ സുക്കർബർഗിന് ഹവായി ദ്വീപിൽ ഡൂംസ്ഡേ ബങ്കർ ഉണ്ട്. അതായത് ഭയങ്കര ബങ്കറുകൾ, അതിസൗകര്യം, ഇഷ്ടം പോലെ ആളുകൾക്ക് അതിൽ പാർക്കാം. അദ്ദേഹത്തിന് ആശ്രിതർക്കും ഒക്കെ പാർക്കാൻ പറ്റിയ വളരെ വിശാലമായ ഭൂമിക്കടിയിൽ ബങ്കർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സുക്കർബർഗ്. അത്ര വലിയ ശതകോടീശ്വരനാണ്. അങ്ങനെ പല ആളുകളുമുണ്ട്. ബിൽഗേറ്റ്സിന് ബങ്കറുണ്ട്, പീറ്റർ തീലിന് ബങ്കറുണ്ട്. അതായത് ഇവരൊക്കെ ലോകത്തെ വലിയ വലിയ കമ്പനി മുതലാളിമാരായ ബിൽഗേറ്റ്സിന് നിങ്ങൾക്ക് അറിയാലോ, പീറ്റർ തീലിനെ അറിയാലോ. ഇവരൊക്കെ വലിയ ശതകോടീശ്വരന്മാരാണ്. അവർക്കെല്ലാം ബങ്കറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കോടീശ്വരന്മാർ, ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞാണ്. അങ്ങനെ എല്ലാവരും ബങ്കർ. യൂറോപ്പ്, അമേരിക്ക ഇപ്പോൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന സത്യത്തിൽ ഭൂമിക്ക് മുകളിൽ എന്ത് ചെയ്യാനല്ല, അമ്പരചുംബികൾ ഉണ്ടാക്കി വെക്കാനല്ല. ഉദാഹരണം പറഞ്ഞ് ഞങ്ങളോട് പറഞ്ഞല്ലേ,
828 മീറ്റർ ആണ് ഇപ്പോൾ എന്തിൻ്റെ ഉയരം? ബുർജ് ഖലീഫയാണെങ്കിൽ ഇനിയിപ്പോൾ 1 കിലോമീറ്റർ 1000 മീറ്ററിലാണ് ജിദ്ദയിൽ വരുന്നത്, 1001 മീറ്ററിലാണ് കുവൈത്തിൽ വരുന്നത്. അപ്പോൾ തന്നെ 2000 മീറ്ററിലാണ്, 2 കിലോമീറ്റർ ഭൂമിയിൽ നിന്ന് ഉയരത്തിലാണ് റിയാദിൽ വരുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് വരാൻ പോവാണ്. അത് ഇപ്പം അതായത് ഒരു ശിശുവിനെ പോലെ ഭൂമിക്ക് മുകളിലായി പോകാൻ പോവുകയാണ്. എന്ത് ക്ലോക്ക് ടവർ മക്കയിലെ. കാരണം അതൊന്നും ഇനി ഒന്നും ആവില്ല, അത്രയും വലിയ നിർമ്മിതിയാണ് എവിടെ. അത്രയും വലിയ നിർമ്മിതി. 6000 പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഉണ്ടായില്ലേ, 6000 മക്കയിൽ ഹറമിൻ്റെ പരിസരത്ത്. അപ്പൊ ഭൂമിക്ക് മുകളിൽ നിർമ്മിക്കുന്ന പണിയിലാണ് ഇപ്പോൾ ആര്? മുസ്ലിം രാജാക്കന്മാർ. അതേ സമയത്ത് യൂറോപ്പ് ഇപ്പോൾ ഭൂമിക്ക് അടിയിലാണ് നിർമ്മിക്കുന്നത്. എന്തുകൊണ്ട്? രക്ഷപ്പെടണം. എന്തായി? ഡൂംസ്ഡേ ആയി, ലോകം അവസാനിക്കാനായി, ലോകത്തിന് ഇനി മുന്നോട്ട് പോകാനേ കഴിയില്ല. ഞങ്ങളോട് പറഞ്ഞേ സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അവസാനത്തെ ദി ബ്രീഫ് ആൻസേഴ്സ് ഫോർ ദി ബിഗ് ക്വസ്റ്റ്യൻസ് എന്ന അദ്ദേഹത്തിൻ്റെ അവസാനം, അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മോളാണത് പ്രസിദ്ധീകരിക്കുന്നത്. അതിൽ വരെ പറയുന്നത് ഇനി 100 കൊല്ലം പോലും ഈ ഭൂമിക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നാണ്. മനുഷ്യരാശി 100 കൊല്ലത്തിന് അപ്പുറത്തേക്ക് ഒരിക്കലും പോകില്ല. അപ്പോൾ ഒരു ലോകാവസാനം അവർക്ക് ഉറപ്പിക്കുകയാണ്. അപ്പോൾ അവർ എന്ത് ചെയ്യാണ്? പിന്നെ അവർക്ക് ചെയ്യാവുന്നതിന് പരമാവധി എന്തേ ഉള്ളൂ? ഒളിച്ചിരിക്കുക. ഇഷ്ടംപോലെ ബങ്കറുകളിലെ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സൗകര്യങ്ങളാണ്. ഇനി അതിനൊന്നും മില്യണർമാർ അല്ലാത്തവർ എന്ത് ചെയ്തിട്ടുണ്ടെന്നറിയോ? അവരുടെ വീടിൻ്റെ അടിഭാഗത്ത് നിലയറ ഉണ്ടാക്കി വെച്ചിരിക്കുക. അത് സർവ്വസാധാരണയാണ്. 2 മുറി, ഒരു കിച്ചണ്, അത് ചെറുത്. ഇപ്പോൾ എന്താ പറയുക, സുക്കർബർഗിൻ്റെതൊക്കെ വലിയ 2500 ലക്ഷം കോടികളൊക്കെയാണ് അതിന് ചെലവ്. ഇത് എല്ലാവരും യൂറോപ്പിലെ അമേരിക്കയിലെ ഒട്ടുമിക്ക ചെറിയ ചെറിയ വീടുകൾക്കും എന്തുണ്ടാക്കി വെച്ചിട്ടുണ്ട്? അണ്ടർഗ്രൗണ്ട് അറകൾ. എപ്പോഴെങ്കിലും ലോകം അവസാനിക്കുകയാണെങ്കിൽ എവിടേക്ക് ഇറങ്ങാം? ഭൂമിൻ്റെ അടിയിലേക്ക് ഇറങ്ങാം. അങ്ങനെ അതിനാ സാധുക്കളെ പറഞ്ഞാൽ നമ്മുടെ ലോകാവസാന കൺസെപ്റ്റും അവരുടെ ലോകാവസാന കൺസെപ്റ്റും രണ്ടാണ്. അവർ വിചാരിക്കണം ഈ ഭൂമിക്ക് മുകളിലുള്ളതൊക്കെ നശിക്കുക എന്നുള്ളതാണ്. നമ്മളതല്ല. കല്ല ഇതാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കൻ, ഇടിച്ചുടച്ച് ഈ ഗോളത്തെ ധൂളിയാക്കും. അങ്ങനെയല്ലേ അതില്ലേ? അപ്പൊ അവിടെയാണ് അവർ നമ്മളുടെ എതിര്. അപ്പൊ അവർക്ക് ഈ കേവ്സ്, ഈ ബങ്കേഴ്സ് അവർക്ക് മതിയാവും. കാരണം താഴത്തേക്ക് ഇറങ്ങിയിരുന്നാൽ മതി. അവർക്ക് ഇഷ്ടം പോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളുണ്ട്, ഇഷ്ടം പോലെ സൗകര്യങ്ങൾ ഉണ്ട്. വലിയ വീടുകൾക്ക് താഴെ നിർമ്മിക്കുന്നവരുണ്ട് വേറെ ഇടത്തരം ബങ്കറുകൾ, ലിവിംഗ് റൂം, കിച്ചണ്, ബാത്റൂം ഒക്കെ. ശതകോടീശ്വരന്മാർ നിൽക്കുന്ന മൾട്ടി സ്റ്റോറി ലക്ഷറി ബങ്കറുകൾ വേറെ ഉണ്ട്. ഭൂമിക്കടിയിൽ 15 നില വരെയുള്ള 15 നില അടിയേക്ക് 75 പേർക്ക് വരെ താമസിക്കാവുന്ന ലക്ഷറി ബങ്കറുകൾ നിറച്ചിട്ടുണ്ട് യൂറോപ്പിൽ, അമേരിക്കയിലൊക്കെ. ഈ ബങ്കറുകളുടെ സൗകര്യങ്ങൾ, ബങ്കറുകൾ ഒരു ഗുഹയല്ല, കേവലം ഒരു ഒരു കേവല്ല അത്. പിന്നെ എന്താണ്? പഞ്ചനക്ഷത്ര ഹോട്ടലിന് സമാനമായ സൗകര്യങ്ങളാണ് പലർക്കുള്ളത്. അതിൽ എന്താ പറയുക, NBC ഫിൽട്രേഷൻ, വായു ശുദ്ധീകരണം, അതായത് എന്തെങ്കിലും മോശപ്പെട്ട സ്വാഭാവികമായും അതെല്ലാം ഫിൽറ്റർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ, പിന്നെ കുഴൽ കിണറുകൾ, വെള്ളം വീണ്ടും ശുദ്ധീകരിച്ച് ഉപയോഗിക്കാനുള്ള വാട്ടർ റീസൈക്ലിംഗ് സംവിധാനങ്ങൾ, പിന്നെ സൂര്യപ്രകാശമില്ലാതെ ചെടികൾ വളർത്താനുള്ള ഹൈഡ്രോപോണിക്സ് സംവിധാനങ്ങൾ. അതായത് ബൾബ് എത്തിക്കും, എന്നിട്ട് എന്തുണ്ടാക്കും? ചെടികൾ. അതായത് അവർക്ക് വേണ്ടതൊക്കെ മല്ലി മുളകൊക്കെ എന്ത് ചെയ്യും? സൂര്യപ്രകാശം കിട്ടില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുക? ഈ ഹൈഡ്രോപോണിക്സ് സംവിധാനങ്ങൾ കൊണ്ട് അവരെന്ത് ചെയ്യും? കൃഷി ഭൂമിക്കടിൽ കൃഷി, ഇഷ്ടം പോലെ ഭൂമിക്കടിൽ കൃഷി സംവിധാനങ്ങൾ. ഇപ്പോൾ ഞാൻ ഈ അടുത്ത ദിവസം ഇങ്ങനെ പഠിച്ചപ്പോൾ ഞാൻ കണ്ടത്, അവർ മാസത്തിലൊരിക്കൽ കുടുംബസമേതം ഇപ്പോൾ തന്നെ അവിടെ പോയിട്ടൊന്ന് പാർക്കും. എന്തിന്? പെട്ടെന്ന് ലോകാവസാനം വരുമ്പോൾ നമുക്ക് പരിചയമില്ലാത്തടത്ത് പോയി ഒരു അന്തപ്പെടലുണ്ട. ഇപ്പൊ തന്നെ മാസത്തിൽ ഒരിക്കലും അവരെ എവിടെ പാർക്കുന്നുണ്ട്? അണ്ടർഗ്രൗണ്ട് ഈ കേവ്സിൽ, ഈ ബങ്കേഴ്സിൽ അവർ പോയി ഇറങ്ങി പാർക്കും. ഈ ഗുഹേൻ്റെ ഉള്ളിൽ, ഈ ബങ്കറിൻ്റെ ഉള്ളിൽ ഇറങ്ങി പാർക്കും. എന്തുകൊണ്ട്? അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പരിചയമായി കിട്ടണം. എപ്പോഴാ ലോകം പൊട്ടാന്നറിയില്ല. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇപ്പൊ ഒരുപാട് ആളുകളെ ഈ യുദ്ധത്തോടനുസരിച്ച് ഇസ്രായേൽ നീക്കിയിട്ടുണ്ട്. ഇതിൽ പല മില്യണർമാർക്കും യൂറോപ്പിൽ പല സ്ഥലങ്ങളിൽ എന്തുണ്ടാവും ചെയ്യും? ബങ്കർ. ഇനിയിപ്പോൾ അവിടെ സുരക്ഷിതമാണ് പറഞ്ഞാൽ അവർ തിരിച്ചു വരുള്ളൂ. അവരവിടെ പാർക്കുണ്ടാവും. എവിടെയല്ല ഇപ്പോൾ അവർ പാർക്കുന്നത്? ഭൂമിക്ക് മുകളിലോ ഇസ്രായേലിലോ അല്ല. പിന്നെ അവരിപ്പോൾ എവിടെ പാർക്കുണ്ടാവും? ചിലപ്പോൾ ഇത് അർമ്മഘടന ആവും ചെയ്യും. എന്നാ പിന്നെ അവിടെ തന്നെ പാർക്കാം. മനസ്സിലായില്ല? ഭൂമിന്റെ മുകളിൽ നിന്ന് മെസ്സേജ് ഒന്നും വരാതിരുന്നാൽ നമുക്ക് പോലും ഉറപ്പിക്കാറുണ്ട് അർമ്മഘടനായി. എന്തായത്? അവസാനം എല്ലാം കൂടി കൂട്ടിയടിച്ച് ചത്ത് തീർന്നിട്ടുണ്ടാവും. നല്ല നമ്മൾ ഇറങ്ങാറുണ്ട. നമ്മളെവിടെ?
കാരണം മനുഷ്യരാശിയുടെ വിത്ത് ഇവിടെ ഉണ്ടാണല്ലോ. അപ്പോൾ ഇനി ഇതെല്ലാം ചത്തുപോയാലും നമുക്കത് എല്ലാം കഴിഞ്ഞ ഒരു കൊല്ലം 2 കൊല്ലം കഴിഞ്ഞാൽ ഓല ഇവിടുന്ന് പൊങ്ങും, ബങ്കറിന്ന് പൊങ്ങിയിട്ട് അവിടെ. അതും എന്താണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ, അത്ഭുതമായ അത്ഭുതം എന്തെന്നാൽ ഈ ലോകത്തുള്ള എല്ലാ ചെടികളുടെയും സീഡ്സ് ശാസ്ത്രലോകം സ്വരൂപിച്ചിട്ട് ഭൂമിക്കടിയിൽ വെച്ചിട്ടുണ്ട്. അതായത് ഭൂമിക്ക് മുകളിൽ ലോകാവസാനം വരികയാണെങ്കിൽ പിന്നീട് അടിയിൽ നിന്ന് വരുന്ന ജനത പുറത്തേക്ക് വന്നാൽ അവർക്ക് വീണ്ടും എന്ത് ചെയ്യാം? കൃഷി ചെയ്യണമെങ്കിൽ എന്ത് വേണം? സീഡ്സ് ഉണ്ട്. അപ്പോൾ ഈ സീഡ്സ് എല്ലാം അത് വലിയ സംവിധാനമാണ്. ലോകത്തെ മൊത്തം സാധനത്തിൻ്റെയും സീഡ്സ് ശാസ്ത്രലോകം ഭൂമിക്കടിയിൽ സ്വരൂപിച്ചിട്ടുണ്ട്. അതായത് ലോകാവസാനത്തിന് ശേഷം വരുന്ന ജനതയ്ക്ക് എന്ത് ചെയ്യണം? അവർക്ക് ഭക്ഷണം സർവൈവ് ചെയ്യണ്ടേ? അവർക്ക് അപ്പം എന്ത് ചെയ്യണം? ഈ സീഡ്സ് എവിടെ പുറത്തെടുക്കും? അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ യൂറോപ്യൻസിനുണ്ട്. എവിടെ സീഡ്സ് വെച്ചത്, അതേതായാലും എവിടെയല്ല. അപ്പം എല്ലാത്തിൻ്റെയും സീഡ്സ് ഉണ്ട്. എല്ലാത്തിൻ്റെയും എന്ന് പറഞ്ഞാലും വനങ്ങൾ തിരിച്ചു കൊണ്ടുവരും, തേക്ക്, ഈട്ടി, അത് ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരും. കാരണം ഇതിൻ്റെ എല്ലാം സീഡ്സ് ശാസ്ത്രലോകം സൂക്ഷിച്ചിട്ടുണ്ട്. ഭൂമിക്കടിയിൽ ബങ്കറുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. സീഡ്സിന് വേണ്ടി മാത്രം ബങ്കറുകളുണ്ട്, ലക്ഷറി ബങ്കറുകൾ. അതിന് ശീതീകരിച്ച സംവിധാനങ്ങളുണ്ട്. അതായത് ഈ സീഡ്സ് എന്താകരുത്, നശിക്കരുത് എന്ന സംവിധാനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ലോകമുള്ളത്. അത് ലോകത്തിന് ഇപ്പം ഉറപ്പാണ്. എന്ത് 2100 ആവില്ല. അതിൻ്റെ മുമ്പ് ഇതൊക്കെ തകർന്ന് തരിപ്പണാവും. എല്ലാം ഭൂമിൻ്റെ മുകളേതായാലും പോവും. അപ്പം നമുക്ക് എന്ത് അടിയിൽ സംവിധാനങ്ങൾ എല്ലാം അതവിടെ എന്തൊക്കെ ഭക്ഷ്യോൽപാദനം, പിന്നെ അതേപോലെ തന്നെ സ്വിമ്മിംഗ് പൂള്, ജിംനേഷ്യം, സിനിമ തിയേറ്റർ, ലൈബ്രറി, മാനസിക രോഗം ആരോഗ്യം നിലനിർത്താനുള്ള മറ്റ് മെഡിക്കൽ ഒരു ഓപ്പറേഷൻ തിയേറ്ററുകൾ, വലിയ വലിയ ലക്ഷറി ബംഗളുകൾ, ആശുപത്രി ഉണ്ടാവും. എന്ത് വരെ ഉണ്ടാവും? ഓപ്പറേഷൻ തിയേറ്റർ വരെ. എത്ര കാലം എന്ന് വെച്ചാൽ എത്ര വിഭവങ്ങളാണോ വെച്ചത് അതിനനുസരിച്ച് ആ ബങ്കറുകളിലെ ആളുകൾ അതിജീവിക്കും. 30 കൊല്ലത്തിന് ആവശ്യമായ എന്താ പറയുക എന്നറിയോ? 30 കൊല്ലത്തിന് ആവശ്യമായ ക്യാൻ ഫുഡ്സ്, പിന്നെ ഫ്രീസ്ഡ് ഫുഡ്സ്, അതേപോലെ തന്നെ എന്താ പറയുക ഡ്രൈഡ് ഫുഡ്സ്, അതായത് അണ്ടിപ്പരിപ്പ് മറ്റൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സുകൾ, അതേപോലെ തന്നെ എന്താ പറയുക ഫ്രീസ് ഫുഡ്സ്, ഇറച്ചി, ഇതിലൊക്കെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഞാൻ ഇന്നലെ പോയി ഇറച്ചിയൊക്കെ എന്ത് ചെയ്തു, ഇറച്ചിയൊക്കെ ഇത് തേച്ച് വെക്കുന്നത് ഞാൻ കണ്ടു. അതിനെ അതായത് ഒരുപാട് കാലം അതിജീവിക്കാനുള്ള ഇറച്ചികൾ, മത്സ്യങ്ങൾ ഒക്കെ അവരവിടെ വെച്ചിട്ടുണ്ട്. ഫ്രീസ് ഫുഡ്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സും ഉണ്ട്, പിന്നെ ഇതെല്ലാം ക്യാൻ ഫുഡ്സ് എല്ലാം ഉണ്ട്. എല്ലാ ബങ്കറുകളിലും ഉണ്ട്. അപ്പോൾ ബങ്കറുകളിൽ ചില ബങ്കറുകളിൽ 1 കൊല്ലത്തിലുള്ള ഭക്ഷണമുണ്ട്, ചില ബങ്കറിൽ 30 വർഷത്തിൻ്റെ ബങ്കറും ഉണ്ട്. അതായത് ഇതൊക്കെ അടങ്ങിയാൽ തന്നെ എന്ത് കുറച്ച് കാലെടുക്കുമല്ലോ. എന്തിന്? അവർ സുരക്ഷിതരായിരിക്കും. അതിനിടയിൽ അവർ മരിച്ച് അവിടെ മറവ് ചെയ്ത് അവരെ കുട്ടികൾ ആയിരിക്കും ചിലപ്പോൾ പുറത്തു വരിക. ഏതായാലും എന്തില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ കേവ്സിനെ, ഈ ബങ്കറുകളെ അതിൽ ഇറങ്ങുന്നവർക്ക് അതിന് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. 25-30 ലോകാവസാനം വന്നാൽ അതിജീവിക്കാൻ ഇവർ കരുതി വെക്കുന്ന പ്രധാന ഭക്ഷണ സാധനങ്ങൾ 25-30 വർഷം വരെ കേടുകൂടാതെ ഇരിക്കുന്ന ഫ്രീസ് ഡ്രൈഡ് ഫുഡ്സ് ഒക്കെ, അതേപോലെ തന്നെ പിന്നെ ക്യാൻ ഫുഡ്സ്, പിന്നെ ആൻറ്റിബയോട്ടിക്, ഇൻസുലിന്, പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ, പിന്നെ ശസ്ത്രക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, പിന്നെ ഡീസൽ, ജനറേറ്റർ, അതായത് ഒരുപാട് കാലമൊക്കെ 10-30 കൊല്ലമൊക്കെ നിലനിൽക്കുന്ന എന്ത് ജനറേറ്റർ. ആ ജനറേറ്ററിന് ആവശ്യമായ എന്ത് ഡീസലുകൾ, എല്ലാം വലിയ വലിയ ബാറ്ററികൾ. അതായത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായാൽ പിന്നെ എന്തിമ പ്രവർത്തിക്കും? ബാറ്ററി, അതിനൊക്കെയുള്ള സംവിധാനങ്ങൾ. ഒക്കെ ഏതെങ്കിലും ഇനി ബങ്കറുകളിൽ തല്ലുണ്ടാകുകയാണെങ്കിൽ ഉപയോഗിക്കാവുന്ന തോക്കുകൾ, എല്ലാവരും മരിച്ചു പോകും. പിന്നെ ആരാ ബാക്കിയാകുക? ആര് മാത്രമേ ബാക്കിയാവുള്ളൂ? ബങ്കറുകളിലല്ലേ ബാക്കിയുള്ളൂ. അപ്പം ഏതെങ്കിലും ബങ്കറിൽ സാധനം കഴിഞ്ഞാൽ ആ ബങ്കറിലെ ആളുകൾ കൊള്ളടിക്കാൻ വേണ്ടി ഈ ബങ്കറിൽ വരികയാണെങ്കിൽ അവരെ പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ, തോക്കുകൾ, അതങ്ങനത്തെ വലിയ ആയുധ ശേഖരങ്ങളെല്ലാം ബങ്കറുകളിൽ ഒരുച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സാധനം കൊണ്ടുപോകാൻ പറ്റൂല അതിനർക്ക്. പിന്നെ ഇൻ്റർനെറ്റ് ഒക്കെ സംവിധാനങ്ങൾ. അപ്പോൾ അവരെ വീക്ഷണപ്രകാരം എന്തായാലും സ്പേസിനൊന്നും പറ്റൂല. എന്തിനു പറ്റുള്ളൂ? ഭൂമിക്ക് പറ്റുള്ളൂ. അപ്പോൾ സ്പേസ് ഷട്ടിലൊക്കെ അവിടെ തന്നെ, അങ്ങനെ തന്നെ സ്പേസ് സ്റ്റേഷനൊക്കെ ഉണ്ടാവും, ഇൻ്റർനെറ്റൊക്കെ കൃത്യമായി കിട്ടും. ഇനി ഏതെങ്കിലും സമയത്ത് വൈദ്യുതിയോ പിന്നെ ഒക്കെ പോവുകയാണെങ്കിൽ അതിനുള്ള ബാറ്ററി സംവിധാനങ്ങൾ, ഇനി നെറ്റ് പോവുകയാണെങ്കിൽ പിന്നെന്താ നമുക്കൊരു സുഖത്തിന് അതിനുവേണ്ടി പുസ്തക ശേഖരങ്ങൾ. അപ്പോൾ വായിക്കാം. നെറ്റൊക്കെ പോവുകയാണെങ്കിൽ പിന്നെ എന്ത് വേണം? വായിക്കാനുള്ള ഭീമമായ ലൈബ്രറി ശേഖരങ്ങൾ, നല്ല നല്ല ശേഖരങ്ങൾ, വിത്തുകൾ,
പിന്നെ അവർ സ്വർണ്ണക്കട്ടികൾ വെച്ചിട്ടുണ്ട്. എന്തിന്? അവിടെ ഇപ്പോൾ സ്വർണത്തിൻ്റെ കട്ടിൻ്റെ ആവശ്യം അവിടെ ഇല്ല. പക്ഷെ ഏതെങ്കിലും കാലത്ത് ഭൂമിയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഈ പരിപാടികളൊക്കെ നടക്കുമല്ലോ. അപ്പം ഡോളറായിട്ടല്ല അവർ വെച്ചിട്ടുള്ളത്, എന്തായിട്ടാണ്? സ്വർണ്ണക്കട്ടി എന്താണെങ്കിലും നാശാവില്ലല്ലോ. അവർ സ്വർണ്ണക്കട്ടിയായിട്ട് തിരിച്ചു വന്ന് പിന്നെയും കച്ചവടം തുടങ്ങി അങ്ങനെ ഡെവലപ്പ് ചെയ്യുക. അതൊക്കെ എന്തൊക്കെ പൊട്ടത്തരായി തോന്നുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരതിനുള്ള തയ്യാറെടുപ്പിലാണ്, വലിയ തയ്യാറെടുപ്പാണ്. നമ്മൾ വളരെ ചിന്തിക്കേണ്ടത്. ലോകാവസാന സൂറത്തിൻ്റെ അൽ കഹ്ഫ്, അതിന് അള്ളാഹു പേരിട്ട് എന്താ? ദിക്കേവോ, എന്ത്? ഗുഹ. ലോകാവസാനത്തെ ജനങ്ങളിൽ വലിയൊരു ശതമാനം ആശ്രയിക്കുന്നതും എന്തിനാണ്? ഈ ഗുഹയെ. എന്താ ഇത് തമ്മിലുള്ള ബന്ധം? അന്തം വിട്ടുപോയി ഈ സൂറത്ത് പഠിക്കുന്ന സമയത്ത്. ഇത് ഇങ്ങനെയൊക്കെ ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. നിങ്ങൾ എന്താ ചെയ്ത്? നിങ്ങൾ അൽ കഹ്ഫ് ഓതിക്കോളി, നിങ്ങൾ അൽ കഹ്ഫ് ഓതിക്കോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ അൽ കഹ്ഫ് പഠിച്ചോളി എന്നതിൻ്റെ അർത്ഥം. നിങ്ങൾ അൽ കഹ്ഫ് കൊണ്ട് മടങ്ങിക്കോളി എന്നതിൻ്റെ അർത്ഥം. ഓതേണ്ടവർ ഓതണം, പഠിക്കേണ്ടവർ പഠിക്കണം, പഠിപ്പിക്കേണ്ടവർ പഠിപ്പിക്കണം. എല്ലാവരും ഓതിയാൽ പോരാ. എല്ലാവരും ഇങ്ങനെ ഓതി കുത്തുന്ന എന്ത് കിട്ടാനാണ്? അതിന് വിവിധങ്ങളായ തലം ഈ സൂറത്തിനുണ്ട്. അത് ഓരോരുത്തരും ചെയ്യേണ്ടത് ഓരോരുത്തരും ചെയ്യണം. ഇതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നൊക്കെ ലാസ്റ്റ് എവിടേക്കാപ്പം എത്തുന്നത്? കേവിലേക്ക്. എല്ലാ യൂറോപ്പും അമേരിക്കയൊക്കെ എന്തിലേക്ക് മടങ്ങാണ്? കേവിലേക്ക്. അത് നമ്മളെ സൂറത്തും എന്തുതന്നെയാണ്? കേവ്, ഗുഹ. ഭയങ്കര പഠിച്ച ഭയങ്കര അത്ഭുതം. ജർമ്മനിയിലുണ്ട് എന്താ വിവോസ് യൂറോപ്പ 1 അങ്ങനെ ഒരു കേവുണ്ട് ഒരു ജർമ്മനിയിൽ. ഭയങ്കര ഒരു 76 ഏക്കറിലാണ് ഭൂമിക്കടി തുരന്നിട്ട്. 76 ഏക്കറിലാണ് ഇതുള്ളത്. എത്ര? 76 ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ഒരു ബങ്കർ. അപ്പൊ എത്ര ആളതിനുള്ളിൽ കൊള്ളും? 76 ഏക്കർ. $1.1 ബില്യൺ അതിനുവേണ്ടി ചെലവാക്കി ജർമ്മനി. ചെക്ക് റിപ്പബ്ലിക്കിലുണ്ട് ദി ഒപ്പിടം. ലോകത്തെ ഏറ്റവും വലിയ സ്വകാര്യ ഡൂംസ്ഡേ ബങ്കറാണിത്. 3,23,000 ചതുരശ്ര അടിയാണ് അതിന്റെ വിസ്തീർണം. ഏതിന്റെ? ദി ഒപ്പിടം. ചെക്ക് റിപ്പബ്ലിക്കിലെ ദി ഒപ്പിടം എന്ന ഈ ഡൂംസ്ഡേ ബങ്കറിന് എത്ര? 3,23,000 ചതുരശ്ര അടി. സ്ക്വയർ ഫീറ്റിലാണ് വിശാലമായി കിടക്കുന്നത്. എത്ര? 3,23,000 ചതുരശ്ര അടി. വിശാലമായ സംവിധാനങ്ങൾ, അതിനൂതനമായ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സർവൈവൽ കോണ്ടോ USA-യിലുണ്ട്. 15 നിലയാണ്. USA-യിലെ മനസ്സിലായില്ല, അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? സർവൈവൽ കോണ്ടോ. ഇതിന് ഏകദേശം 15 നിലകളുണ്ട്. അത് ഒന്നാണ്. അങ്ങനത്തെ പലതും ഉണ്ട്. അപ്പം എല്ലാവരും തയ്യാറെടുപ്പ് നേടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ അവർക്ക് യുദ്ധം ഉണ്ടായാലും വലിയ പ്രശ്നമൊന്നുമില്ല. വേഗം എന്ത് ചെയ്താൽ മതി? അയക്കണ്ട് ഒളിച്ചാൽ മതി. ഇപ്പോൾ ഭൂമിക്ക് മുകളിൽ ഇറാനാണ് ബോംബിട്ടു. ഇനിയിപ്പോൾ ഇറാൻ എന്ത് ചെയ്യും? സപ്പോസ് ഇറാൻ ഇനി എന്ത് ചെയ്യാണ്? അണുവായുധം പ്രദേശം ഭൂമിനേക്കാൾ കൊല്ലാവുന്നതാണെങ്കിലും അവർക്ക് യുദ്ധം തുടങ്ങിയാൽ തന്നെ അവിടേക്ക് പോകും. എന്നാൽ പിന്നെ എന്തൊക്കെ നടന്നാലും ഇവർക്ക് എന്ത് വരില്ല? ഒരു പ്രശ്നം വരില്ല. ഭൂമി ഇവിടുന്ന് അങ്ങോട്ട് ഒരു കാരണവശാലും അപകടങ്ങൾ എത്താതിരിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം ഇതിലുണ്ട്. ഇത് കുറച്ചൊന്നല്ല. അതുകൊണ്ട് ഇത് പഠിച്ചാൽ തീരാത്ത കാര്യമാണ്. ഇതൊരു പഠിച്ചാൽ തീരാത്ത വിഷയമാണ്. അത്രത്തോളം ഇതിലെല്ലാം കാര്യങ്ങളുണ്ട്. ഞാനത് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ചില ഭാഗങ്ങൾ മാത്രം കാണിച്ചു തന്നുള്ളൂ. ഞാനതിന് ചില ഫോട്ടോസ് നിങ്ങൾക്ക് കാണിക്കാം. ഫോട്ടോസ് എന്താ? ഇതൊരു 15 നിലയുള്ള ഒരു ഭൂമിക്കാട്. ഇത് ഇങ്ങോട്ടാണ്. നമ്മളെ മനസ്സിലായില്ല. ഇത് ഫ്ലാസ്ക് പോലെയാണ്. മനസ്സിലായില്ല. ഫ്ലാസ്ക് അടി കാണല്ലോ. മനസ്സിലായില്ലോ? എന്താ ഇത് ഡൂംസ്ഡേ ബങ്കറാണിത്. 15 നില ഭൂമിക്കടി. ഇതൊരു ഡൂംസ്ഡേ ബങ്കറാണ്. കണ്ടില്ലേ? ഇതന്നെ ഇതൊരു ഡൂംസ്ഡേ ബങ്കറാണ്. 15 നില ഭൂമിക്കടിയിലാണിത്. മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇനി അതേപോലെ വേറെ അതിൻ്റെ ഗേറ്റാണിത്. അതിൻ്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കും. അതിൻ്റെ ഗേറ്റ് വളരെ ചെറുത്. ഇതാണ് ആ വാതിൽ. ഒരാൾക്ക്, അതായത് ഭൂമിക്കടിയിൽ അത് 3,23,000 ചതുരശ്ര അടി ഉണ്ടെങ്കിലും ഭൂമിക്കണ്ട് ഇറങ്ങുന്ന സ്ഥലം ഒരാൾക്ക് കിടക്കാനുള്ളത് ഉണ്ടാവുള്ളൂ. കാരണം എന്തുകൊണ്ട്? ഒരു നാശം, ഒരു ഫയറിങ്ങോ മറ്റും അങ്ങോട്ട് വരരുത്. ഇതിൻ്റെ അടിയിൽ ഒരു മഹാലോകമുണ്ട്. മനസ്സിലാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇതിന് ഗേറ്റ് എത്രയേ ഉള്ളൂ?
ഒരാൾക്കിട്ട് കിടക്കാം, അത്രയേ ഉള്ളൂ. അതിൻ്റെ സംവിധാനങ്ങൾ ഇതാ ഭൂമിക്കടിയിൽ സ്റ്റോർ ചെയ്ത എന്താ പറയുക, ഭൂമിക്കടിയിൽ സ്റ്റോർ ചെയ്ത ക്യാൻ ഫുഡ്സാണ് ഈ കാണുന്നത്. ഇതിലെല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അതിൽ എന്തുണ്ട്, വണ്ടിപ്പരിപ്പ്, മുന്തിരി, മറ്റേ മീനിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ, തൂണ മീനൊക്കെ, തൂണയൊക്കെ അല്ലേ, അതെല്ലാം ഇതിലുണ്ട്. എത്രയേ കാലം അതിരിക്കും തിന്നാ, ഒരു കുഴപ്പമൊന്നുമില്ല, ഒരു കുഴപ്പമൊന്നും വരില്ല, ഇടങ്ങാറാവൊന്നുമില്ല, ഒന്നുമില്ല. ഇത് ക്യാൻ ഫുഡ്സ്. അതിപ്പോൾ ഒരു സാധാരണ ബങ്കറിൻ്റെ ഉള്ള ക്യാൻ ഫുഡ്സാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഇതവിടുത്തെ കൃഷിയാണ്. ഭൂമിക്കടിയിൽ ഒരു ഇതിലുള്ള എന്ത് ചെടി, നെല്ലുണ്ടാക്കാം, വയറിക്ക് ബുദ്ധിമുട്ട് വരില്ല, ഗോതമ്പുണ്ടാക്കാം, ബാർലിണ്ടാക്കാം, ചീന പറഞ്ഞു, മുളക്, മനസ്സിലായില്ല, കാന്താരി, ഇതെല്ലാം തിന്ന, തക്കാളി, ഉള്ളി, തക്കാളി, പിന്നെ എന്ത് പറയാ, എല്ലാം ഇതിലുണ്ടാക്കാം. എല്ലാ വിധാനങ്ങളും ഇതിലുണ്ട്, അവ കുടുങ്ങൂല. അപ്പം ഈ കേവിനടിയിൽ ഉള്ള സംവിധാനങ്ങളാണ് ഈ പറയുന്നത്. ഇതന്നെ വിശദീകരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ താൽക്കാലികമായി കാണിച്ചു മാത്രം. ഇനിയിപ്പോൾ നമ്മൾക്ക് വരിക, നമുക്ക് എന്ത് വേണം? കേവ് വേണം. ഇപ്പം നമ്മൾ ഒരു ആശയത്തിൽ എത്തിച്ചേരണം. നമ്മളോട് പറയും ചെയ്തിട്ടുണ്ട് എന്ത്, അവസാനം ആശ്രയിക്കുന്നത് എന്തിനാണ്? ഈ കേവ്സിനെയാണ്. അതുകൊണ്ടാണ് അവസാനത്തെ ലോകാവസാനത്തിൻ്റെ സൂറത്തിന് കേവ് എന്ന് പേരിട്ട്, അൽ കേവ്. ഞാനിത് സ്പിരിച്വൽ ഏരിയ ആണ് ഈ പറയണമൊക്കെ. അത് ചിലപ്പോൾ പരിഭാഷയ്ക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടൂല, ചിലപ്പോൾ തഫ്സീറിനും കിട്ടിക്കൊള്ളുന്നില്ല. ഞാൻ എൻ്റെ സ്പിരിച്വൽ ആശയങ്ങൾ, അത് ലോകാവസാനത്തിന് നമ്മൾ തയ്യാറാണ്. ഞങ്ങൾ പറയും ചെയ്തു, ഈ സൂറത്ത് എന്ന് പറഞ്ഞാൽ ഒരരികിലല്ല, ഈ സൂറത്ത് നേരെ എവിടെയാണ്? സെൻട്രലാണ്, സെൻട്രൽ പോയിന്റിലാണ്. അതിന് ഇങ്ങോട്ട് പോകാം, അങ്ങോട്ടും പോകാം, ഇങ്ങോട്ട് ബന്ധം, ഇങ്ങോട്ടും ബന്ധം. എന്താ പേര്? ദി കേവ്. എന്ത്? ഗുഹ. ഇതാണ് അവസാനത്തെ സൂറത്ത്. അവസാനമായി ശ്രദ്ധിക്കേണ്ട സൂറത്ത് ഇതാണെന്ന് റസൂൽ പറഞ്ഞു. അപ്പം നമുക്ക് കേവില്ല എന്ന് വിചാരിക്കരുത്, നമുക്ക് കേവ് ഉണ്ട്, നമുക്ക് ഗുഹ ഉണ്ട്. ആ ഗുഹ ശ്രദ്ധിക്കാൻ അവസാനം പുണ്യ റസൂൽ പറഞ്ഞിട്ടുമുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ലേ? അത് നിങ്ങൾ പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ ഗുഹ എന്ന് പറഞ്ഞാൽ അവരുടെ ഗുഹയല്ല. കാരണം അവരുടെ വീക്ഷണപ്രകാരം ലോകാവസാനം മുകൾ പരപ്പിൽ വരുന്ന ചില പ്രശ്നങ്ങളും നശീകരണങ്ങളും മാത്രമാണ്. നമുക്ക് ആ ഗുഹ മതി. ഈ ഭൂമിയിൽ ഒന്നും നമുക്ക് മതിയാവില്ല. ഈ ഭൂമിയിൽ ഒന്ന് കരുതി വെക്കാൻ ഒരു മുസ്ലിം തയ്യാറാകുകയില്ല. കാരണം ഇത് എന്തിനുള്ളതാണ്? നശിക്കാനുള്ളതാണ്. കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാം നശിക്കും. അപ്പോൾ ഒരു മണ്ണിന്റെ തരി വാക്കിയാക്കൊള്ളുന്നില്ല. അതായത് അതിന്റെ പഴയ ശൈലി അത് നിലനിൽക്കേയില്ല, ഒന്നും നിലനിൽക്കൂല. ഇതിന്റെ അടിയിലുള്ള ധാതു പദാർത്ഥങ്ങൾ പുറത്തേക്ക് ചാടുമെന്ന് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ വ അഖ്റജത്തിൽ അർളു അസ്ഖാലഹ. ഭൂമിക്കടിയിൽ 1000 കിലോമീറ്ററിന് അങ്ങനത്തെ അത്രയും എത്ര ആഴമുണ്ടെങ്കിൽ, അതിന്റെ ഡെപ്ത് എത്ര അല്ലാഹു അഅലം, അത് എത്ര ഉണ്ടെങ്കിലും അവിടെ കിടക്കുന്ന സാധനങ്ങൾ എങ്ങോട്ട് വരും? പിന്നെന്ത് കേവ്, പിന്നെന്ത് ബങ്കർ? അപ്പോൾ ഒരു ഫിസിക്കലി മീനിങ്ങിൽ ഒരിക്കലും ഈ ലോകാവസാനത്തിന്റെ കേവിനെ മുസ്ലിങ്ങൾ എടുക്കാൻ പാടില്ല. അതേസമയത്ത് ഒരു കേവിനെ മുസ്ലിങ്ങൾ നിഷേധിക്കാനും പാടില്ല. കാരണം മുസ്ലിങ്ങളോട് ലാസ്റ്റ് പറഞ്ഞത് എന്ത് ശ്രദ്ധിക്കാനാണ്? കേവ. അങ്ങനെയൊക്കെ ആവാം. ഒക്കെ ആവാം. നിങ്ങൾ ഏത് കോട്ട കെട്ടിയ ഉള്ളു പാർത്താലും എന്നൊക്കെ അതിനൊക്കെ അങ്ങനെയൊക്കെ അതിനർത്ഥമാക്കാം. അതൊക്കെ അവരുടെ സംവിധാനങ്ങൾ. ഒരു രക്ഷയില്ല. അപ്പൊ അത്തരം വിഡിത്തത്തിലേക്ക് ഒരിക്കലും മുസ്ലിങ്ങൾ പോകൂല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും അതിൻ്റെ രീതിയിൽ നിലനിൽക്കുകയില്ല. അപ്പോൾ തകരും, എല്ലാം തകരും. മനസ്സിലാണ്ട് പറഞ്ഞത്? എല്ലാം തകരും, എല്ലാം തകരും. ഒന്നും ബാക്കിയാവില്ല, എല്ലാം തകരും. അതേസമയത്ത് മുസ്ലിങ്ങൾക്ക് കേവ് വേണം. അപ്പോൾ നമ്മൾ ഫിസിക്കലി മീനിങ്ങിൽ ഈ കേവിനെ എടുക്കാൻ പാടില്ല. നമ്മൾ സ്പിരിച്വലി മീനിങ്ങിൽ എടുക്കണം. സ്പിരിച്വലി മീനിങ്ങിൽ എടുക്കുമ്പോൾ ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ സ്പിരിച്വലി മാന വെക്കേണ്ടി വരും. കേവ് സ്പിരിച്വലാണെങ്കിൽ കേവുമായി ബന്ധപ്പെട്ടതൊക്കെ സ്പിരിച്വലി മീനിങ്ങിൽ എടുക്കണം. പഴയ ഫിസിക്കലി മീനിങ്ങിൽ എടുത്താൽ ഈ സൂറത്ത് മതിയാവില്ല. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഇത് സ്പിരിച്വലി കേവാണ്, എന്തല്ല.
ഒരു ഫിസിക്കലി കേവേ അല്ല ഇസ്ലാം പരിചയപ്പെടുത്തുന്ന, ഖുർആൻ പരിചയപ്പെടുത്തുന്ന കേവ്. ഒരിക്കലും പണ്ടൊരു കൂട്ടർക്ക് കേവ് ഉണ്ടായിട്ടുണ്ട്, അത് ഫിസിക്കലി കേവാണ്. അതേസമയത്ത് അവർക്ക് സ്പിരിച്വലി കേവുണ്ട്. അവർക്ക് 2 കേവ് ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ഫിസിക്കലി കേവുണ്ട്, സ്പിരിച്വലി കേവുണ്ട്. ലോകാവസാനം വന്നു കഴിഞ്ഞാൽ ഫിസിക്കലി കേവ് പിന്നെ ഉണ്ടാവില്ല. പിന്നെ എന്ത് വാക്യവും 100%. അതുകൊണ്ടാണ് ഈ സൂറത്തിന് അൽ കഹ്ഫ്, യഥാർത്ഥ ഗുഹ. അതാര? കഹ്ഫുൽ വറയാണ് മുഹമ്മദ് മുസ്തഫ. അത് ഹബീബ നബിയാണ്. ആ കേവ് ഒരിക്കലും പൊളിയില്ല. അപ്പൊ നമ്മൾ ആരിലാണ് ഒളിക്കേണ്ടത്? നബിയിൽ ഒളിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമ്മൾ ഒളിക്കുക തന്നെ വേണം. നബിയിൽ ഒളിക്കണം, ശ്രദ്ധിക്കണം. എന്ന് ഈ കേവിൽ അത്ഭുതമുണ്ട്. മുസാഫ് കുറച്ച് ആളുകളെങ്കിലും കയ്യിലെടുക്കണം. ബാക്കിയുള്ളത് അവനവൻ്റെ മൊബൈലെങ്കിലും നോക്കിയിട്ട് ഞാൻ ഈ ആയത്തിൻ്റെ ഏരിയ മൊബൈൽ നോക്കിയാൽ മതി. മുസാഫ് നോക്കിയാൽ എന്തായാലും വേണ്ടില്ല അൽ കഹ്ഫ് എടുക്കി. ഞാൻ ചില ആയത്തുകൾ കാണിക്കും, അവിടെ അങ്ങനെ നോക്കണം. AC വർക്ക് ചെയ്യുന്നില്ല മോനെ? ഓക്കെ അപ്പൊ ആ കേവ്, ആ ഒരു ഗുഹ, സ്പിരിച്വലി ഗുഹയില നമ്മൾ അഭയം തേടണം. അപ്പൊ നിങ്ങൾ ആദ്യമായി ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫ്, അതാണ് നിങ്ങൾ ആദ്യം എടുക്കേണ്ട ആയത്. ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫ്. ആ ഗുഹയിലേക്ക് യുവാക്കൾ അഭയം തേടിയ സന്ദർഭം. അതിന്റെ മുകളിലല്ലേ അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീമി കാനൂ മിൻ ആയാതിനാ അജബ. എത്രാമത്തെ ആയത്താ? 9. ആ 9, 10 അങ്ങനെ വായിക്കും. 9, 10. ഇത് 9. ഇത് അവൽ ഫിത്തിയത്തു ഇലൽ കഹ്ഫ് 10. അം ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം, റഖീമിന്റെയും കഹ്ഫിന്റെയും ആളുകൾ കാനൂ മിൻ ആയാതിനാ അജബ, നമ്മുടെ ദൃഷ്ടാന്തത്തിന്റെ ആശ്ചര്യജനമായ ദൃഷ്ടാന്താണത്. അപ്പോൾ ഈ കഹ്ഫിൽ കയറിയ ആളുകൾ, കഹ്ഫിൽ കയറിയ ആളുകളും അത് കഹ്ഫിൽ കയറിയ ആളുകളും കാനൂമിൻ ആയാത്തിന്, അതിന് 2 പോയിന്റ് അവിടെ പറഞ്ഞു. ഒന്നത് എന്താണ്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്താണ്. ദൃഷ്ടാന്തത്തിൽ തന്നെയും അതെന്താണ്? അത്ഭുതമാണ്. ദൃഷ്ടാന്തം തന്നെ അത്ഭുതമാണ്. അതിൽ തന്നെ അള്ളാഹുവിന്റെ ആയാത്ത് എന്ന് പറഞ്ഞാൽ ബോധ്യ ദൃഷ്ടാന്തങ്ങളാണ്. അതന്നെ എന്താണ്? ഇത് മിൻ ആയാതിനാ അജബ, മിൻ ആയാതിനാ അജബ, മിൻ ആയാതിനാ അജബ, നമ്മുടെ അത്ഭുതങ്ങളിലെ ആശ്ചര്യാത്ഭുതങ്ങളാണിത്. എന്തുകൊണ്ട്? അവര് ഗുഹ, അത്രയും വലിയ അത്ഭുതമാണ് ആ ഗുഹ. ആ ഗുഹക്ക് വേണ്ടി സൂര്യനെ മാറ്റിനില്ലേ ഖുർആനിൽ? അപ്പൊ സൂര്യൻ 309 കൊല്ലം മാറി നടന്നു. എന്തുകൊണ്ട്? ആ ഗുഹ അങ്ങനത്തെ അത്ഭുതകരമായ ഗുഹയാണ്. ഇതിൽ കിടക്കുന്ന ആളുകളും, ആ ആളുകൾ ഒരു ഗുഹയാണ്, നമുക്ക് അവർ ഗുഹയാണ്. എത്രയോ കിതാബുകൾ, എത്രയോ മശായിഖ്മാരുടെ രേഖകളിൽ കാണാം അസ്ഹാബുൽ കഹ്ഫിന്റെ പേര് വീട്ടിൽ എഴുതി വെച്ചാൽ അതിൽ ആ വീട്ടിൽ സുരക്ഷ ഉണ്ടാവും. എൻ്റെ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായി? എത്രയോ സ്ഥലങ്ങൾ ഖുർആൻ പറഞ്ഞ മഹാന്മാരാണ്, ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങളാണ്. അത്ഭുതമാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? നേരത്തെ മർനൂഷി എന്ന ഒരു വാക്ക് വീട്ടിന്റെ വാതിൽ എത്തിയൊക്കെ ചിലർ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതാരാണ്? 7 അസ്ഹാബുൽ കഹ്ഫിൽപ്പെട്ട ഒരാളാണ്. ആര്? മർനൂഷ്. അതിന് ജിന്നല്ല. ചില പറഞ്ഞു ജിന്നിനെ ഉപാസിക്കാൻ. അവർ ജിന്നല്ലടു ചങ്ങാതി. ഇത് ആരാണ്? പറ, ഇവരാരാണ്? ഇവര് ഈ അസ്ഹാബുൽ കഹ്ഫിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. ആര്? മർനൂഷ്. അപ്പൊ മനസ്സിലായില്ലേ? ഇവര് അത്ഭുതമാണ്. അപ്പൊ ഗുഹയും അത്ഭുതമാണ്, ഈ വ്യക്തികൾ അത്ഭുതമാണ്. ഈ വ്യക്തികൾ ഔലിയാക്കളാണ്. ഖുർആൻ പറഞ്ഞ ഔലിയാക്കളാണ്. ഔലിയാക്കൾ എന്നും ലോകത്തെ അത്ഭുതമാണ്.
ഈ ഔലിയാക്കളാണ് നമ്മുടെ കേവ്സ്. ഒരു ഫിസിക്കലി കേവും കിട്ടാത്ത കാലത്ത് സ്പിരിച്വലി കേവ്, ആ സ്പിരിച്വലി കേവിന്റെ ഏറ്റവും വലിയ കേവാണ് ആര്? കഹ്ഫുൽ വറ. اللهم صل على سيدنا مولانا محمد صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش باللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى صدر العلا نور الهدى كهف الورى كهف الورى സകലാണ്ടകടാഹങ്ങൾക്കും സകല സൃഷ്ടിജാലങ്ങൾക്കും കഹ്ഫ്. അതാണ് ആര്? മുഹമ്മദ് മുസ്തഫ. ആ നബി ഇവർക്കും കഹ്ഫാണ്. അതാണ് ഇവർക്കൊരു സ്പിരിച്വൽ കഹ്ഫ് ഉണ്ടായിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. കാരണം വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ, ഈ ലോകത്ത് ആർക്ക് റഹ്മത്ത് കിട്ടിയെങ്കിൽ ഈ കഹ്ഫുൽ വറ വഴിയാണത്. റഹ്മത്ത് മനസ്സിലായി. നബിക്ക് ശേഷമുള്ളവർക്ക് മാത്രമല്ല കഹ്ഫാക. എന്ത്? നൂഹ് നബിക്ക് കഹ്ഫാണ്. നൂഹ് നബിയുടെ കപ്പലിന്റെ കാരണം മുഹമ്മദ് മുസ്തഫയാണ്. ഇബ്രാഹിം നബിക്ക് കഹ്ഫാണ്. ഇബ്രാഹിം നബിയുടെ അഗ്നി കരിക്കാതിരിക്കാൻ കാരണം മുഹമ്മദ് മുസ്തഫയാണ്. എല്ലാം യൂനുസ് നബി മത്സ്യത്തിന്റെ ഉള്ളിൽ ഒന്നും പറ്റാതിരിക്കാൻ കാരണം ഈ കഹ്ഫിൽ പറയാണ്. ആണോ? അല്ലേ? ഇതല്ലേ വിശ്വാസം? ഇത് ഇമാമിങ്ങൾ എത്ര എഴുതിച്ച്, അതാണ് കഹ്ഫുൽ വറ. അപ്പൊ മുമ്പും പിമ്പും തന്നെയാണ് അൽ കഹ്ഫ്. ഇതാണ് അൽ കഹ്ഫ്. തിരിഞ്ഞില്ല. അപ്പൊ നബിയുടെ ബിഫോർ ഉള്ള ആളുകൾക്കും നബി കഹ്ഫാണ്, ആഫ്റ്ററുള്ള ആളുകൾക്കും ഉറപ്പായിട്ട് കഹ്ഫാണ്. നടുവിലാണ് ആരുള്ളത്? റസൂലുള്ളാഹി ആദ്യത്തെ ആളാണ്, പക്ഷെ വന്നിക്കണ നടുവിലാണ്. കുറച്ചെന്ത് നേരം വൈകി കുറച്ച് ലാസ്റ്റിന്റെ തൊട്ട വരാൻ കാരണം അറിയോ? ഏറ്റവും പ്രശ്നം വരിക എവിടെയാണ്? ലാസ്റ്റാണ്. മനസ്സിലാവേണ്ടി പറഞ്ഞത് ഏറ്റവും തന്ത്രപ്രധാനം, ഏറ്റവും പ്രശ്നം. അപ്പൊ സൈന്യാധിപൻ അവിടെ വന്ന് നിൽക്കും. എന്തുകൊണ്ട്? ബാക്കിൽ നിന്നാണ് ആക്രമണം ഉണ്ടാവുക. അപ്പൊ സൈന്യാധിപൻ ഏകദേശം ലാസ്റ്റിനോട് ചേർന്ന് നിന്നു. എന്നാ മുമ്പിലേക്ക് നല്ല ബന്ധം സൈന്യാധിപൻ ഉണ്ട്. ഇതാണ് മുഹമ്മദ് മുസ്തഫ. എനിക്ക് പറഞ്ഞ മനസ്സിലല്ലേ? ഈ ഗുഹ ഇവിടെ അവസാനമായി നിൽക്കുകയാണ്. അവസാനാണെന്ന് അവസാനമല്ല, ലാസ്റ്റ് ആളൊന്നും അല്ല. പക്ഷെ ലാസ്റ്റ് ആളിലേക്ക് വലിയ കണ്ണുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായി? വളരെ ചിന്തിക്ക് വളരെ ചിന്തിക്കണം. ഖുർആനില് ഇപ്പൊ അൽ കഹ്ഫ് അങ്ങനെ തന്നെയല്ലേ? അൽ കഹ്ഫിൽ ചില്ലറ ആയത്തുകൾ കഴിഞ്ഞാൽ അൽ കഹ്ഫ് അവസാനിച്ചു. അപ്പൊ കൂടുതലും എവിടെയാണ്? അൽ കഹ്ഫ് മധ്യത്തിന് മുമ്പാ. നിങ്ങളിന്റെ കൂടെ ഇല്ല. അൽ കഹ്ഫില് ഖാല അലം എത്രാമത്തെ ആയത്താ? ഖാല അലം എത്രാമത്തെ ആയത്താ? ഖാല അലം എത്രാമത്തെ ആയത്താ? മധ്യത്തിലെ ആയത്ത് എത്രാമത്തെ ആയത്താ? 75. 110 ആയത്തിൽ 75-ാമത്തെ ആയത്തിലാണ് മദ്യം. അപ്പൊ കൂടുതൽ എവിടെയാണ്? ഈ മദ്യത്തിന് മുമ്പാണ്. അൽ കഹ്ഫ് ഒന്നാമത്തെ മനസ്സിലായില്ല. നേരെ സെന്ററിലല്ല ഇത് പിന്നെ മദ്യം ഉള്ളത്, നേരെ സെന്ററിലല്ല. കൂടുതലും ആയത്ത് എന്താണ്? ബിഫോറാണ്. കൂടുതൽ തലമുറകളും ബിഫോറാണ്. റസൂലുള്ളാഹിക്ക് കൂടുതൽ തലമുറകൾ ബിഫോറാണ്. മനസ്സിലായില്ലേ? ഈ മദ്യം എന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ആയത്ത് കൊണ്ട് അവസാനിക്കും. ആകെ 35 ആയത്തെ പിന്നെ അവസാനിക്കാനുള്ളൂ. 75 ആയത്തും ബിഫോറാണ്. ഇതന്നെയാണ് റസൂലുള്ളാഹിന്റെ പൊസിഷനും. അതെല്ലാം അൽ കഹ്ഫിന്റെ ഉള്ളിലുള്ളതുമാണ്. ഒന്നാമത്തെ ആയത്ത് അൽ കഹ്ഫിന്റെ ഉള്ളിലാണ്. 110-ാമത്തെ ആയത്ത് അൽ കഹ്ഫിന്റെ ഉള്ളിലാണ്. മദ്യം 75-ാമത്തെ ആയത്തിലാണ്. ഇതന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി. മദ്യം മനസ്സിലായില്ലേ? ഈ മദ്യമായ ലോകത്തിന്റെ മദ്യം അപ്പുറത്തുപ്പുറത്തും നിയന്ത്രിച്ച ആള് ഏറ്റവും ലാസ്റ്റിലേക്കും ചേർന്നു. എന്തുകൊണ്ട്? ഏറ്റവും പ്രശ്നം എവിടെ ഉണ്ടാവുക? ലാസ്റ്റാണ്. ഇതാണ് അൽ കഹ്ഫ്. അൽ കഹ്ഫ് കഹ്ഫുൽ പറയുന്നത്. ഇനി ഇതിന്റെ ഉള്ളിൽ കിടന്ന മനസ്സിലായില്ലേ? ഈ കഹ്ഫിന് വേണ്ടി അള്ളാഹു എന്ത് ചെയ്തു? ഈ കഹ്ഫിന് വേണ്ടി എന്ത് ചെയ്തു? അള്ളാഹു തആല സൂര്യനെ മാറ്റി നടത്തി. ഇന്റലിജന്റ് ആയിരിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഈ കഹ്ഫിലല്ല അവിടെ പ്രശ്നം. ഈ കഹ്ഫാവുന്ന ഈ പച്ച മണ്ണിന്റെ മാളമല്ല അള്ളാന്റെ പ്രശ്നം. ഇപ്പൊ ലോകാവസാനത്തിൽ ഈ കഹ്ഫിൽ നിന്ന് സൂര്യനെ മാറ്റി നടത്തിയത് എത്ര കൊല്ലം മാത്രം? 309 കൊല്ലം. 300 മനസ്സിലായില്ല? 300 സിനീന വസ്ദാദു 309 കൊല്ലേ. ഇല്ല, അങ്ങോട്ടും സൂര്യനെ മാറ്റിയത് എത്ര കൊല്ലുള്ളൂ? എന്തുകൊണ്ട്? അപ്പൊ ഇവിടെ ഫിസിക്കലി കേവിന് അല്ല അള്ളാഹു ബഹുമാനിച്ച്. പിന്നെ എന്തിനാണ്? സ്പിരിച്വലി കേവ്സിനാണ്. അവിടെ 7 ആള് കിടക്കുന്നുണ്ട്. അവരെ കൂടെ ഒരു നായുണ്ട്. അതിനും വിഷമം ഉണ്ടാൻ പാടില്ല. അതിന്റെ നായാണ്, അവരെ നായാണ്.
അപ്പൊ ഈ 309 കൊല്ലം അല്ലാഹു തആല ലോകത്തിൽ അത്ഭുതം ചെയ്തു. എന്ത്? നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറം വേണ്ട. അപ്പൊ പ്രകൃതി നിയമം മാറ്റി ആർക്ക് വേണ്ടി? പറട കുട്ടി, ഔലിയാക്കൾക്ക് വേണ്ടി. സ്പിരിച്വൽ കേവ്സ്. പ്രകൃതി നിയമം. സൂര്യൻ അതിന്റെ പോയിന്റിന് മാറി തെറ്റിപ്പോയി, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും. ആ ഏരിയയിൽ സൂര്യൻ കടന്നു വരുന്നതിന് അടുത്ത് വരില്ല. കാരണം അവിടെ വന്നാൽ ഇവർക്ക് എന്ത് വരും? ചൂട് കൂടും. ചൂട് കൂടിയാൽ ഇവര് ഉണരാൻ പാടില്ല. എന്നാ വല്ലാതെ സൂര്യൻ അകന്നു പോയതുമില്ല. അകന്നു പോയത് ഇവർക്ക് എന്ത് കൂടും? തണുപ്പൂടും. അപ്പോൾ ഇവർ ഉണരും. ഇവർക്കൊന്നും വരാൻ പാടില്ല. കാരണം ഇവര് കേവിന്റെ ഉള്ളിലാണ്. അപ്പൊ പ്രകൃതി നിയമം അല്ലാഹു മാറ്റും. ആർക്ക് വേണ്ടി? ഔലിയാക്കൾ. ഇതിനെപ്പുറം എന്താണ് നിങ്ങൾക്ക് കേൾക്കേണ്ടത്? അതാ മണ്ണിന്റെ പ്രത്യേകതയല്ല. മണ്ണിന്റെ പ്രത്യേകത ഇപ്പോഴും മാറ്റണ്ടേ? അവർ കടന്നപ്പോഴുള്ള കൗഫ്. പിന്നെന്നത് വിമാനം സിഎം നിയന്ത്രിക്കുന്നു. എന്ത് വർത്താനം! സൂര്യൻ നിയന്ത്രിക്കും. എനിക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇവർക്ക് വേണ്ടി അല്ലാഹു തആല എന്ത് മാറ്റി? സൂര്യനെ മാറ്റി, പ്രകൃതി നിയമം മാറ്റി അല്ലാഹു. ഇത് ഖുർആനിൽ നിഷേധിക്കാൻ പാടുണ്ടോ? അനിഷേധ്യമായ സത്യമല്ലത്. അവരവിടെ കിടക്കുന്നുണ്ട്. ആ കേവിന് ഫിസിക്കലി കേവാണോ ആ വിഷയം? അല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അല്ലാഹു ഭൂമിയിൽ എന്ത് വേണം? ആകാശത്ത് എന്ത് വേണം? സൂര്യൻ ക്രമം തെറ്റി വരണം. അതില്ല. അവര് കടന്ന കാലത്ത്. അപ്പൊ അള്ളാന്റെ പ്രശ്നം ആരാണ്? ഈ സ്പിരിച്വലി കേവ്സ് ആണ്. ഈ സ്പിരിച്വലി കേവ്സ് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് കേവ്സ് ആണ്. വേറെയും കേവ്സ് ഉണ്ട്. അപ്പൊ വലിയന് വേണ്ടി എന്ത് നടത്തും? എന്തും. പുഴ മാറ്റി നടത്തും. സമുദ്രത്തിന് പ്രവർത്തി കൊടുക്കും. എന്തും മനസ്സിലാണ്ട് പറഞ്ഞത്. ഇത് നമ്മുടെ ദൃഷ്ടാന്തവുമാണ്. ദൃഷ്ടാന്തത്തിൽ അത്ഭുതകരവുമാണ്. അപ്പൊ സാധാരണ 2 കാര്യത്തിലാണ് ഇവിടെ അസ്ഹാബുൽ കഹ്ഫിനെ ഖുർആൻ പറഞ്ഞത്. ഒന്നവരെന്താണ്? ആയാത്താണ്, ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ്. പിന്നെ ദൃഷ്ടാന്തങ്ങളിലോ മിൻ ആയാത്തിനാ അജബാ. കണ്ടില്ല? ആയത്ത് കണ്ടില്ല? നോക്ക്, മുസാഫിലേക്ക് നോക്ക്. മൊബൈൽ എന്തിനു മൊബൈലിലേക്ക് കൊണ്ടു നടക്കും? മൊബൈൽ മുസാഫ് ഉണ്ട് എങ്കിൽ കാലുകൊണ്ട് തട്ടരുതുണ്ട്. ചില ആളുകൾക്കുണ്ട്. ഒറ്റ വാക്കിടയിൽ പറയട്ടെ. ചില ആളുകൾക്ക് പിന്നെ സുജൂദിന് നിസ്കരിക്കാൻ നിന്നിട്ട് മൊബൈൽ നടക്കും. എന്നാൽ പിന്നെ ഒരാൾ ഇപ്പുറത്തേക്ക് മാറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യും? കാലുകൊണ്ട് തട്ടും. അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇപ്പം അത് ഓപ്പൺ അല്ലെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടല്ലോ. മുസാഫിലുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. ജാതി പണിയൊന്നും എടുക്കരുതേ. തസ്ബീഹ് മാല, തസ്ബീഹ് കൗണ്ടർ, അതേപോലെ ഇതൊന്നും എന്തുകൊണ്ട് തട്ടരുത്? അതിൽ തസ്ബീഹ് മാല ഇപ്പോഴും അങ്ങനെ തന്നെ. പ്രത്യേകിച്ച് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ പിന്നെ ഒരു സുബ്ഹാനല്ലാഹ് അത്രയും വിലയുണ്ട്. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കൗണ്ടറിന് വില ഉണ്ടായി. സുബ്ഹാനല്ലാഹ് തംലഉ മാ ബൈന അസ്സമാഇ വൽ അർദ്. ആകാശഭൂമികൾ നിറക്കാൻ എന്ത് മതി? ഒരു സുബ്ഹാനല്ലാഹ്. അതൊന്നും കാലുകൊണ്ട് തട്ടത്ത് വളരെ എപ്പോഴും ഇത് കാണരുത്. എപ്പോഴും സ്ഥിരം കാണും. ഞാൻ പിന്നെയും കുമ്പിടും. ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ പിന്നെ ഇമാമ് പിന്നെ ഈ കാമത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും എണീക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മൊബൈൽ കൊണ്ടെണീക്കും. എൻ്റെ തസ്ബീഹ് കൊണ്ടെണീക്കും. എന്തുകൊണ്ട്? എൻ്റെ പൊസിഷൻ ഉറച്ചിട്ടില്ല. പിന്നെ ഉറച്ചേ ഞാൻ അവിടെ മുന്നിൽ വെക്കും. വളരെ ശ്രദ്ധിക്കണേ. അപ്പം ശ്രദ്ധിക്കണം. അപ്പം മുസാഫ് സന്ദർഭികമായി പറഞ്ഞതാണ്. ആയിക്കോട്ടെ, മെജറാണ്ട്. ചൂടൊക്കെ ഉണ്ടാവുന്നൊരു ചൂടിൻ്റെ ദിവസമാണ്. മെജറാണ്ട്. അപ്പോൾ നോക്കുന്നു. അപ്പം എന്താണ് നോക്കുക? നിങ്ങൾ ഈ ചിന്തിക്കണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കഹ്ഫുമായി ഒട്ടണം. ഈ കഹ്ഫുമായി ഒട്ടിയാൽ നിങ്ങൾ അൽ കഹ്ഫിന്റെ ആളുകളാണ്. ഇവിടെ അൽ കഹ്ഫ് ഇവിടെ നോക്ക്. അപ്പൊ അസ്ഹാബുൽ കഹ്ഫ് അത്ഭുതവും. അൽ കഹ്ഫിന്റെ ആ സ്വഹാബ, അൽ കഹ്ഫിന്റെ ആ സ്വഹാബ് എന്ന് പറയുമ്പോൾ, അൽ കഹ്ഫിന്റെ ആ സ്വഹാബ് എന്ന് പറയുമ്പോൾ അൽ കഹ്ഫ് ശരിക്ക് കഹ്ഫിന്റെ ആളുകൾ. അപ്പോ ഈ കഹ്ഫിന് അൽ കഹ്ഫ് എന്നതിന് കഹ്ഫുൽ വറ എന്നാണെങ്കിൽ നിങ്ങൾ ആരായിരിക്കണം? നബിയിൽ അഭയം തേടിയ ആളുകൾ. മനസ്സിലായില്ല? അൽ കഹ്ഫിന് കഹ്ഫുൽ വറ എന്ന് അർത്ഥം വെക്കുമ്പോൾ നിങ്ങൾ അസ്ഹാബുൽ കഹ്ഫ് ആവും. നിങ്ങൾ അഭയം തേടിയാൽ ആരിലേക്ക്? നബിയിലേക്ക്. നബിയിൽ അഭയം തേടണമെങ്കിൽ വേറെ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഉദാഹരണം, CM-ന്റെ അടുത്ത് പോകണമെങ്കിൽ LC-യുടെ കത്ത് വേണം. തിരിഞ്ഞിട്ടില്ല. ലോക്കൽ സെക്രട്ടറിന്റെ പത്തില്ലാതെ തിരുവനന്തപുരത്ത് പോയാലും CM സ്വീകരിക്കൂല. എന്തുകൊണ്ട്? അതിന് അതിൻ്റെതായ ഓർഡർ ഉണ്ട്.
ഈ നബിക്ക് ഖുലഫാക്കളുണ്ട്, ഈ നബിക്ക് ഖലീഫമാരുണ്ട്. നബിക്ക് പകരം ഒരു നബി ശേഷം ഖലീഫ ഉണ്ടാവുമല്ലോ, അതാണ് സിദ്ദീഖുൽ അക്ബർ. പിന്നെ സിദ്ദീഖുൽ അക്ബർ അടുത്ത ഖലീഫ ഉണ്ടായി ആര്? പിന്നെ ഖലീഫ ഉണ്ടായി. പിന്നെയും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് എല്ലാ കാലത്തും ഖലീഫമാരായി. അപ്പൊ ഖുലഫാക്കൾ ഏത് കാലത്തും ഉണ്ടാകും. ആ ഖലീഫയുടെ കയ്യിലെ ബയ്യത്തിതാരേ യഥാർത്ഥത്തിൽ ആരിലെത്തുള്ളൂ? റസൂലിലെത്തുള്ളൂ. അപ്പൊ നിങ്ങൾ നബി മദീന നടക്കണ്ട, ഞാൻ എൽസിന്റെ കയ്യിൽ നിന്ന് കത്തൊന്നും വാങ്ങൂല, എനിക്ക് CM എന്നാണ് പോയാൽ എന്നെ ഇവിടേക്ക് പിന്നെ എന്താ പറയാ വീട്ടിൽ ആ എന്താ പറയാ സെക്യൂരിറ്റി എന്നെ കയറ്റിക്കൊള്ളുന്നില്ല, കത്തടിച്ച കയറ്റും. ഓക്കെ, മനസ്സിലാണ്ട പറഞ്ഞത്? അതില്ല എന്ന് പറയുന്നത് അത് എന്നും ഉണ്ടാവും. കാരണം റസൂലിന്റെ ജീവിക്കുന്നത് ഈ ഖുലഫായിലൂടെയാണ്. റസൂലുള്ള ജീവിക്കുന്നത് ഈ ഖുലഫാ ഇല്ലാത്ത കാലേ ഉണ്ടാവില്ല, എല്ലാ കാലത്തും ഖുലഫാ ഉണ്ടാവും. അപ്പൊ ഈ അൽക്കഫ് ഏത് കാലത്തുണ്ട്? ആ അൽക്കഫ് ഒരു കൗഫാണെങ്കിൽ നബിയാകുന്ന കൗഫിൽ ഇവരുടെ വിഷയം എന്താ? ഇവർ നബിയാവുന്ന കൗഫിന്റെ കീഴിലുള്ള കൗഫുകളാണ്. അപ്പൊ ഇവർ ആരായി? അസ്ഹാബുൽ കൗഫായി. മനസ്സിലായില്ലേ? അൽക്കൗഫ് രണ്ടർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഫിസിക്കലി അർത്ഥത്തിലാണെങ്കിൽ ആകുക, അതൊന്നുമല്ല. സ്പിരിച്വലി അർത്ഥമാണ് അവിടെ യഥാർത്ഥ അർത്ഥം. കാരണം ഇവർക്ക് ഇത്ര ബഹുമാനം ഉണ്ടാകാനുള്ള കാരണം എന്താ? നബിയുടെ മുമ്പുള്ള ഏതോ നബിയുടെ ആളുകൾ. ഒരഭിപ്രായം സയ്യിദുനാ ഈസ. ഇവരാരാണ്? ഇവരാരാ? ഈസാ നബിയുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാര്. ഈസാ നബിയുടെ കേൾക്ക്, ഇവരാരാണ്? ഈസാ നബിയുടെ ശിഷ്യന്മാരുടെയും ശിഷ്യന്മാര്. ഒരഭിപ്രായം മത്തായി റളിയല്ലാഹു അൻഹു. ഈസാ നബിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് മത്തായി, മാത്യു, മത്തായിയുടെ ശിഷ്യന്മാരാണ് ഒരഭിപ്രായം. അപ്പൊ ഇവരാരാണ്? ഇവർ ഈസാ നബിയുടെ ശിഷ്യന്മാരുടെ ശിഷ്യന്റെ ഒരു ശിഷ്യന്റെ ശിഷ്യന്മാർ. ഈസാ നബിയോ കൗഫിൽ മറന്റെ താഴെയാണ്. وإذا أخذ الله ميثاق النبي لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. അപ്പൊ ഈമാനും നുസ്രത്തും നിർബന്ധമാണ് ഈസാ നബിക്ക്. ആര്? റസൂലുള്ളാഹി. അപ്പൊ കഹ്ഫുൽ വറയിലേക്ക് ചേർന്ന കൗഫാണ് ആര്? സയ്യിദുനാ ഈസ. ആ ഈസാന്റെ കൗഫിൽ ചേർന്നതാണ് ആര്? മത്തായി. മത്തായി എന്ന കൗഫിൽ ചേർന്നവരാണ് ആര്? അപ്പൊ ഇവര് എത്രയോ ബാക്കിലാണ്, എന്നാലും ഒരു അത്ഭുതമാണ്. മനസ്സിലായില്ല? അപ്പൊ ഇവരുടെ പിന്നിലുള്ളവർക്ക് വലിയാണ്. കൗഫിൽ ചേർന്ന ആരായി? അത്ഭുതമാണ്. നിങ്ങൾ ഇതിന്റെ കൂടെ അള്ളാഹുവിനെ പഠിക്ക്. ഇവിടെ കഹ്ഫുൽ നിങ്ങൾ ഇതിന്റെ കൂടെ അല്ലേ? കഹ്ഫുൽ ആരാ? ഹബീബായ റസൂലുള്ളാഹ്. ആ ഹബീബായ റസൂലുള്ളാഹിനെ കൊണ്ട് മുഅ്മിനായി നാസിറാണ് ആര്? സയ്യിദുനാ ഈസ. ഈസ എന്ന കഹ്ഫ്. അപ്പൊ കഹ്ഫുൽ വറയുടെ കീഴിലുള്ള കഹ്ഫാണ് ഈസ. അതിന്റെ കീഴിലുള്ള കഹ്ഫാണ് ആര്? മത്തായി. അതിന്റെ കീഴിലുള്ള കഹ്ഫാണ് ആര്? അസ്ഹാബുൽ കഹ്ഫ്. എന്നിട്ടൊരു അത്ഭുതമാണ്. അതൊക്കെ അത്ഭുതമാണ്. അപ്പൊ മമ്പർത്ത തങ്ങള് അത്ഭുതമാണ്. കനുമിനായാത്തിന ഹജബ. മമ്പർത്തങ്ങൾ അത്ഭുതമാണ്. സീമർ അത്ഭുതമാണ്. കനുമിൻ ആയാത്തിന ഹജബ. അപ്പൊ ജയിൽ കയറിക്കോ. അവര് കൗഫുൽ വറയിൽ ചേർന്നിട്ടുണ്ട്. കൗഫുൽ വറയിൽ വിചാരിച്ച മാതിരി ചെയ്യാൻ കഴിയൂല. വിചാരിച്ച ആളല്ല. എനിക്ക് പണിയുണ്ട്. ഞാൻ 5 വക്ത് നിസ്കരിച്ചുകൊണ്ട് നബിയിൽ ചേരാൻ കഴിയില്ല. ദൂരെ നിന്ന് കാണാൻ പറ്റുള്ളൂ. അതിൽ നബി ഉണ്ടെടുത്തരം ചേരണമെങ്കിൽ അയക്കണം, കയറണമല്ലോ. കയറണമെങ്കിൽ എന്നെ കയറ്റണമല്ലോ. അതിന് ഏതെങ്കിലും എൽസി എനിക്ക് എന്ത് ചെയ്യണം? കതറേ, ക്ലിയറാക്കി തരണ്ടേ? നല്ല ആൾക്കാർ കയറാൻ പറ്റില്ല. അത് പ്രശ്നമാണ്. അപ്പൊ നോക്കി, നിങ്ങൾ വളരെ ചിന്തിക്കണം. കൗഫ് എന്തിനാണ്? ഇത് അവൽ ഫിതിയത്തു ഇലൽ കൗഫി. അവർ അഭയം തേടിയപ്പോൾ 10-ാമത്തെ ആയത്ത് നോക്ക്. ഇതിൽ അവൽ ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം. ഇത് അൽ ഫിതിയത്തു, ആ യുവാക്കൾ അഭയം തേടിയ സന്ദർഭം നിങ്ങൾ ഓർക്കണം. അപ്പം അഭയം തേടുന്നത് എന്തിനാ? അഭയത്തിന്. ഭയം. അപ്പൊ അവർക്ക് എന്തുണ്ടാവും? സുരക്ഷിത. അതന്നെ, ഭയമില്ലാത്ത അവസ്ഥ. കുട്ടികളെ, ഈ കൗഫിന്റെ പുറത്ത് എന്തായിരിക്കും? ഇത് അവരെ അഭയം തേടി. അർത്ഥം അഭയം തേടി. അപ്പോൾ ഭയമില്ലാത്ത അവസ്ഥയിൽ അവർ ഒളിച്ചു. അപ്പൊ അതിന്റെ പുറത്ത് എന്താണ്? ഭയാണ്. എന്ത് ഭയം? ദുന്യാവും ഭയം, ആഖിറും ഭയം. ദുന്യാവിന് പ്രശ്നം, ആഖിറത്തിൽ പ്രശ്നം.
അപ്പൊ ഈ കൗഫിൽ കയറിയാലേ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? അമ്നി നിർഭയത്വം. നിങ്ങൾ അതിൽ ഒളിക്കണം. ഈ കൗഫിൽ നിങ്ങൾ ഒളിക്കണം. കാലഘട്ടത്തിന്റെ കൗഫ് നിങ്ങൾ കണ്ടെത്താം. ഇൻഷാ അല്ലാഹ് പിന്നെ ഞാൻ പറയും. ഏറ്റവും വലിയ കൗഫാണ് ആര്? റസൂൽ. ഈ കാലഘട്ടത്തിലെ കൗഫിൽ കയറിയവർക്കല്ലാതെ അതിന്റെ ഉള്ളിൽ പോകാൻ പറ്റൂല. വാതിൽ തുറക്കുണീ കാലമേ എന്ന യൂസുഫ് അലിന്റെ ഒരു പാട്ടുണ്ട്. വാതിൽ തുറക്കുണീ കാലമേ എന്ന്. കേരളത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യാനികളെ ഒരു ഭക്തി ഗാനാണത്. ഉണ്ടാക്കിയത് ഒരു മുസ്ലിമാണ്, നമ്മളൊരു ബന്ധമാണ്. വാതിൽ തുറക്കുന്നീ കാലമേ എന്ന വാതിൽ. ഇപ്പൊ ഇന്നത്തെ വാതിൽ തുറന്നാൽ അവർ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെയാണ്. വാതിൽ തുറക്കുന്നീ കാലമേ കണ്ടോട്ടെ സ്നേഹസ്വരൂപനെയാണ്. ഈ വാതിൽ തുറക്കുമ്പോഴത്തിന് സ്നേഹസ്വരൂപനെ കാണൂല. എന്താണ് പഠിച്ചോനെ? 2026 മാർച്ച് എത്രയെന്ന്? 2026 മാർച്ച് 15 കാലത്തെ വാതിലാണ് തുറന്നിട്ടിയാലേ എന്താവുള്ളൂ? 2026 മാർച്ച് 14 വാതിലേക്ക് എത്തും. അവിടുന്നോ 13 അങ്ങനെയാണ് പോവും. പിന്നെ 2025 വാതിൽ തുറക്കണം. അങ്ങനെ പോയിട്ടിട്ട് എന്താവണം? 1-ാം നൂറ്റാണ്ടിൽ AD 32 അപ്പുറത്തേക്ക് എന്നാൽ സ്നേഹസ്വരൂപനെ കാണും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരുപാട് എന്തുണ്ട് വാതിലുണ്ട്. ഈ വാതിൽ കയറി, ഒരു വാതിലിൽ കയറിയ പിന്നെ ഓട്ടോമാറ്റിക്കലി എന്താവും? അടുത്ത വാതിൽ പോയിക്കോളും. അടും പോവും. ഒരു വാതിലും കയറാതെ നിന്നാൽ എനിക്ക് എന്ത് സ്നേഹസ്വരൂപനെ കാണാനാണ്? ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ അവിടെ ഇതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്തായി? അമ്നായി. പിന്നെ എന്തുണ്ടായി? ഇത് അവർ അഭയം തേടിയപ്പോൾ ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് അവർ പോയി. അപ്പൊ കൗഫിലേക്ക് പോകുന്നവർക്ക് പിന്നെ എന്തുണ്ടാവില്ല? ഭയണ്ടാവില്ല. ഒരു ഭയം ഉണ്ടാവില്ല. കൗഫിനെ കണ്ടെത്തണം. നമ്മൾ ഡൂംസിന്റെ ബങ്കർ ഉണ്ടാക്കിയിട്ട് കാര്യമല്ല. കാരണം തുളിയാക്കി പൊളിക്കും. പിന്നെ എന്തിനാ പൈസ കളയുന്നു? അതിനെ ഇറച്ചി പോരാട്ടി നിന്നുണ്ട്. നമ്മൾ ഡൂംസിന്റെ ബങ്കറുണ്ട്. നമുക്ക് ഡൂംസിന്റെ ബങ്കർ ഉണ്ട്. അതാരാണ്? ഈ ഔലിയാക്കൾ. അതിനപ്പുറത്ത് ലോകത്ത് ഏറ്റവും വലിയ ലോകത്തിനും പരലോകത്തിനും ഒരു ബങ്കറുണ്ട്. അത് മുഹമ്മദ് മുസ്തഫയാണ്. അത് കഹ്ഫുൽ വറയാണ്. അതിൽ 75-100 ആളെന്നല്ലേ കൊള്ള. ആരെ കൊള്ളും? എല്ലാരും കൊള്ളും. ജിബ്രീൽ മീകായിൽ ഒക്കെ കൊള്ളും. എല്ലാരും കൊള്ളും. കഹ്ഫുൽ വറ. ഈ പ്രപഞ്ചത്തിലെ സകലാണ്ടകടാഹങ്ങൾക്കും സകല സൃഷ്ടികൾക്കും കഹ്ഫാണ് ആര്? മുഹമ്മദ് മുസ്തഫ. അതാണ് അൽ കഹ്ഫ്. അതിന് നീ നിലവിലുള്ള അള്ളാന്റെ ഹബീബിനെ ഖുലഫാക്കളുണ്ടാവും. ഏത് കാലത്തുണ്ടാവും? യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം. അള്ളാഹുവിന്റെ റസൂൽ എന്നും ഓതി കൊടുക്കണം, എന്നും ശുദ്ധീകരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഓതിത്തരുന്നുണ്ടോ? ഓതിത്തരേണ്ട ബാധ്യത എനിക്കല്ലേ? ഇന്ന് നബിയുടെ ഖലീഫക്ക് ഖലീഫയായി ഇപ്പൊ നമ്മൾ ഒരു ഖിറാഅത്ത് പഠിച്ചു കഴിഞ്ഞാൽ സെനദ് വരും. എനിക്കുണ്ട്. ഞാൻ ഖാരി അബ്ദുൽ മുസ്ലിമൊക്കെ ഇന്നാണ് ഓത്ത് പഠിച്ചത്. മദ്രസ പഠിച്ചല്ല, മദ്രസ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു അതല്ല, ഇനി സെനദില്ല, സർട്ടിഫിക്കറ്റേ ഉള്ളൂ. സെനദ് ഉണ്ട് എനിക്ക്. എന്തിന്? ആ ഖുർആൻ ഓത്ത് പഠിച്ച സെനദ് ഉണ്ടാവും. ഓത്ത് പഠിച്ച സെനദ് ഉണ്ട്. ആ സെനദിന്റെ അവസാനം ആരാണ്? നമ്മളെ ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 ഉസ്താദ്മാർ, അവിടുത്തെ പ്രധാനപ്പെട്ട ഖിറാഅത്തിന്റെ ഉസ്താദ്മാർ, ആ 2 ഉസ്താദ്മാർക്കും എന്തുണ്ട്? സെനദുണ്ട്. അവർക്ക് ഇന്നാലിന്ന ആളോത്തൊടിപ്പിച്ചു. അവർക്ക് അവരിന്റെ മുമ്പ് ഇങ്ങനെ മുമ്പ് ആദ്യത്തെ കാര്യം ആരാ? ഹബീബാ റസൂലുള്ളാഹ്. അപ്പൊ ഇവര് എന്തിൽ നിന്ന് പഠിച്ചു? അവരുടെ ഉസ്താദായ ഗുഹയിൽ നിന്ന്. അതതിന്റെ അപ്പുറം അതിൽ ഒന്നാമത്തെ. അപ്പൊ ഓതി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ ഓതി കൊടുക്കണ്ടാരാ? അലൈഹിം ആയാതിഹി. ജനങ്ങൾക്ക് നിന്റെ വചനങ്ങൾ ഓതി കൊടുക്കുന്നവരാൾ. അതെന്താണ്? പ്രസന്റ് ടെൻസണോ? അത് പാസ്റ്റ് ടെൻസാണോ? തലാ അലൈഹിം ആയാതിക്കാന്നല്ല. എന്ത്? അപ്പൊ നബി അങ്ങോട്ട് വന്നാൽ, ഖുർആൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ലോകാവസാനം വരെ ഖുർആൻ ഓതി കൊടുക്കേണ്ടത് ആരാ? നബി തന്നെ. അപ്പൊ തിലാവത്തിന് ഇവിടെ ഖുലഫാക്കളുണ്ട്. ഈ ഖുലഫാക്കളിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആരുടേതാണ്? റസൂലുള്ളാഹി അവിടെ തിലാവത്ത് ചെയ്തത് അടിസ്ഥാനമായി ആരെന്നെയാണ്? ഇനി അതേപോലെ തന്നെ അതിന്റെ തൊട്ടടുത്ത വാക്കാണെന്ത്? യത്ലൂ അലൈഹിം ആയാതി വയുസക്കീം. ജനങ്ങളെ ശുദ്ധീകരിക്കും വേണം. ശുദ്ധീകരിച്ച നബിയല്ല, എന്നെന്നും ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കുന്ന നബി. അപ്പൊ ശുദ്ധീകരണ പ്രക്രിയ ലോകാവസാനം വരെ ആര് നടത്തണം? റസൂലുള്ളാഹിനെ. അതാരാ നടത്തുക? റസൂലുള്ളാഹിന്റെ ആര് നടത്തും? ഖുലഫാക്കൾ നടത്തും. ഖുലഫാക്കൾ നടത്തിയത് ആര് നടത്തി തന്നെ? റസൂലുള്ളാഹി. ആ ഖുലഫാക്കൾ ഇല്ലാന്ന് ഒരാൾ പറയുന്നത്. ആ
ഖുലഫാക്കളെ കണ്ടെത്തണം. ഖിറാഅത്തിന് ഈ ഉസ്താദ് ഖിറാഅത്തിന് ഇമാമിനെ കണ്ടെത്തുന്നത് പോലെ എന്തിനും ആളെ കണ്ടെത്തണം. വയുസക്കീം. എന്താണ് കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കാത്തത്? എത്രയോ അലൈഹിമിന് എനിക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്ന ഒരാളുണ്ടെങ്കിൽ ഇവൻ ഓത്തിന് നിപുണനായി ഞാൻ അംഗീകരിച്ചിരിക്കുന്നു, ഇവൻ ഖുർആൻ മുഴുവനും എൻ്റെ മുന്നിൽ നിന്ന് ഓതി ആക്കിയിരിക്കുന്നു. ഇന്നത്തെ ഒരു കാര്യം ഒപ്പിട്ട് തരുന്നത് യഥാർത്ഥത്തിൽ ആരൊപ്പന്നെയാണ്? സുൽത്താനൊപ്പ. എങ്കിൽ എത്രയും കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്തുണ്ട്? ഒയുസിക്കുകയും ശുദ്ധീകരിക്കാൻ നടക്കണം. അതും നടത്തേണ്ട ആരാ? റസൂലുള്ളാ. അപ്പൊ ഇവിടെ ആര് നടത്തും? റസൂലുള്ളാഹിയുടെ ആര് നടത്തും? ഖുലഫാക്കൾ. അവരാണ് ഔലിയാക്കൾ. അവരാണ് ഔലിയാക്കൾ. ആ വലിയനെ കണ്ടെത്തന്നെ വേണം. അങ്ങനെ ഭാഗത്തേക്ക് വരാ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പെട്ടെന്നൊന്നും ആരും ഞാൻ വിടൂല എന്ന് വിചാരാണ്ട്. ഇത് പഠിച്ചിട്ട് വേണം. ഇത് പഠിക്കണം. നിങ്ങളെ ജീവിതം മാറ്റി മറിക്കുന്ന ക്ലാസ്സാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് തരട്ടെ. ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയാണ് ഇതൊക്കെ. എൻ്റെ റബ്ബല്ലാത്ത ലക്ഷ്യവും എനിക്കില്ല.